സ്വീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരു 15-20 അരമണിക്കൂറോ സമയം കേസുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റുകളെ കുറിച്ച് ഞാൻ സംസാരിക്കും. അതിനുശേഷം നമുക്കിവിടെ അജിത് സാറുണ്ട്, വിജയ് സാറുണ്ട്. രണ്ടുപേരും 10-20 മിനിറ്റ് സമയം സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പ്ലാൻ. വിജയ് സാറും അജിത് സാറും ഒരു തരത്തിൽ സിജിയുമായി കണക്ട് ചെയ്തവർ തന്നെയാണ്. വിജയ് സാറ് വർഷങ്ങളായിട്ട് കോച്ചിങ് ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ KSന്റെ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു, കഴിഞ്ഞ 2020 നടത്തിയ. ഓക്കെ, എന്തായാലും ഞാൻ നേരെ ചൊവ്വേ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം. വർഷങ്ങളായിട്ട് മലയാളികളുടെ ഒരു ആവശ്യമായിരുന്നു കേരളത്തിന് സ്വന്തമായി ഒരു സിവിൽ സർവീസ് വേണമെന്നത്. 2020 ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ആദ്യമായിട്ട് KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം നടന്നത് 2020 അതിനുശേഷം ഇപ്പോൾ 2025 രണ്ടാമതായിട്ട് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം, ഈ മാസം 7-ാം തീയതിയാണ് അപ്ലിക്കേഷൻ വന്നത്. അടുത്ത മാസം 9-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നമ്മള് നോട്ടിഫിക്കേഷനിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന സിമ്പിൾ കാര്യങ്ങൾ തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോവാണ്. നോട്ടിഫിക്കേഷൻ വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത് സത്യത്തിൽ സിവിൽ സർവീസിലേക്ക്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള ഒരു ഫീഡർ സർവീസ് കൂടിയാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, ഇന്റർവ്യൂ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ്. 3 സ്ട്രീമുകളാണുള്ളത്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. സ്ട്രീം 1 എന്നത് പിന്നെ ഓപ്പൺ കാറ്റഗറിയാണ്, നേരിട്ടുള്ള നിയമനമാണ്. ഡിഗ്രി കഴിഞ്ഞ ഇതിന്റെ ഏജ് ലിമിറ്റ് 21-നും 32-നും ഇടയ്ക്ക് പ്രായമുള്ള ഡിഗ്രി കഴിഞ്ഞ ആർക്കും എഴുതാവുന്നതാണ് സ്ട്രീം 1. സ്ട്രീം 2 എന്നത് 21-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള നോൺ ഗസറ്റഡ് ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക് പിന്നെ ചെയ്യാവുന്നതാണ് സ്ട്രീം 2. സ്ട്രീം 3 എന്നത് ഗസറ്റഡ് പോസ്റ്റിലുള്ള ഗവൺമെന്റ് സർവീസിലുള്ളവർക്കാണ്. 50 വയസ്സാണ് അവിടെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. ഇങ്ങനെ സ്ട്രീം 1, 2, 3 എന്ന രീതിയിലാണ് ഇതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, സ്ക്രീനിങ് പ്രോസസ് 3 ഘട്ടങ്ങളാണ്. പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം, ഇന്റർവ്യൂ. 2025 ജനുവരി മാസം 14-ാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് ഇതിന്റെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത്. 2025 തന്നെ ഒക്ടോബർ 17, 18 തീയതികളിലായിട്ട് 17-ാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും 18-ാം തീയതി രാവിലെയും മാത്രമായിട്ടാണ് മെയിൻ എക്സാമിനേഷൻ നടക്കാം. അടുത്ത വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അതേ വർഷം തന്നെ 2026 തന്നെ ഫെബ്രുവരി 16-ാം തീയതിയോടുകൂടി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമിനേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 2 പേപ്പറാണുള്ളത്. ഒന്ന് GS 1, ജനറൽ സ്റ്റഡീസ് 1-ഉം പിന്നെ രണ്ടാമത്തെ ഒരു പേപ്പറും. ഈ 2 പേപ്പറും പ്രിലിമിനറി എക്സാമിനേഷനിലെ 2 പേപ്പറും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ചോദ്യങ്ങൾ 100 മാർക്കിനാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവുക. മെയിൻ എക്സാമിനേഷൻ 3 പേപ്പേഴ്സ് ആണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. 100 മാർക്കിന്റെ 2 അവർ എക്സാമിനേഷൻ ആണ്. അതും കഴിഞ്ഞ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് 45 മാർക്കിനാണ്. ഇങ്ങനെ പ്രിലിമിനറി എക്സാമിനേഷൻ വെറും ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. അതിന്റെ അർത്ഥം പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞു പിന്നെ പേപ്പർ 1-നും പേപ്പർ 2-നും കൂടെയുള്ള നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുകയും ദാറ്റ് മീൻസ് ഏറ്റവും ടോപ്പിൽ വരുന്ന കുറച്ച് ആളുകളെ അടുത്ത ലെവലിലേക്ക് മെയിൻ എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യും. അതായത് പ്രിലിമിനറി എക്സാമിനേഷന്റെ മാർക്ക് അവസാനവട്ട റാങ്കിൽ ആഡ് ചെയ്യുന്നതല്ല എന്നർത്ഥം, വെറും ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. ഓക്കെ, അങ്ങനെ റാങ്ക് ലിസ്റ്റ് അവസാന മെയിൻ എക്സാമിനേഷനും ഇന്റർവ്യൂവും കഴിഞ്ഞ ശേഷം 345 മാർക്കിലാണ് റാങ്ക് ലിസ്റ്റ്
തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിലെ പ്രിലിമിനറിയിലെ പേപ്പർ 1 എന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു അത് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് എന്ന്. ഇതില് നമ്മൾ ഓർക്കേണ്ട ഒരു സാധനം, 2020 ആദ്യമായിട്ട് KS എക്സാം നടന്നത്. ആകെ ഒരു എക്സാം മാത്രമേ നടന്നിട്ടുള്ളൂ. അത് അതിന്റെ കട്ട് ഓഫ് മാർക്ക് അന്ന് സ്ട്രീം 1-ൽ 77, സ്ട്രീം 2-ൽ 60, സ്ട്രീം 3-ൽ 50 2020 ഏകദേശം ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് ഈ വർഷവും ഉള്ളത്. അപ്പോ ഇതിലെ ഒന്നാമത്തെ പേപ്പർ ഉണ്ടല്ലോ, അതായത് പേപ്പർ 1, പ്രിലിമിനറി പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്ന പേപ്പർ. ആ ജനറൽ സ്റ്റഡീസ് 1-ല് ആകെ 6 പാർട്ടുകളാണ്. വളരെ വിശദമായിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ പാർട്ട് ഹിസ്റ്ററിയാണ്, ഇന്ത്യ ആൻഡ് കേരള. 2 ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ആണ്. മൂന്നാമത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ദെൻ 5-മത്തത് റീസണിങ്, മെന്റൽ സിമ്പിൾ അരിത്തമാറ്റിക്. 6-മത്തത് ജോഗ്രഫി. ഈ 6 ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരിക. കഴിഞ്ഞ വർഷം 2020-ലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ആദ്യത്തെ 3 പാർട്ടിൽ നിന്നാണ്. അതായത് ഹിസ്റ്ററി പാർട്ട് ഉണ്ടല്ലോ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ഹിസ്റ്ററി ഓഫ് വേൾഡ്, അതേപോലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. ഈ 3 ഭാഗങ്ങളിലായിരുന്നു 40 ക്വസ്റ്റ്യൻസ് വന്നത്. അതിൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് സാധാരണ PSC പരീക്ഷകൾക്ക് പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കൃത്യമായി കൂടുതലായിട്ട് പഠിക്കേണ്ടി വരിക ആൻഷ്യന്റ് ഹിസ്റ്ററി ആയിരിക്കും. അത് നമ്മുടെ കേരള PSCയുടെ സാധാരണ പരീക്ഷകളിൽ കൂടുതലായിട്ട് വരാത്തതാണ്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഒന്നുകൂടി ആഴത്തിൽ, നമ്മൾ സാധാരണ PSCക്ക് പഠിക്കുന്ന പോലെ ചോദ്യം ഉത്തരം എന്ന രീതിയിലല്ലാതെ ഒന്നുകൂടി ആഴത്തിൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി വരുന്ന ആ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് 30 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. 2020 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, IR, ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് 30 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ റീസണിങ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ ആപ്റ്റിറ്റ്യൂഡിന്, അരിത്തമാറ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് 15 മാർക്കിനും ജോഗ്രഫിയിൽ നിന്ന് 15 മാർക്കിനുമാണ് ലാസ്റ്റ് എക്സാമിൽ വന്നത്. പക്ഷെ ഇതില് ഒരു കാര്യം മനസ്സിലാക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാല്, PSCയില് വർഷങ്ങളായിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ്, ഒരു ചോദ്യവും 4 ഉത്തരം എന്ന രീതിയിലുള്ളതായിരുന്നല്ലോ. ഏകദേശം 4-5 വർഷമായിട്ടാണ് അതിൽ അസേഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ കടന്നു വന്നത്. എനിക്ക് തോന്നുന്നു 2020-ലെ KS പരീക്ഷയോട് കൂടിയാണ് ഇത് കടന്നു വന്നത്. അപ്പോ അത് യൂസ്ഡ് ആയി, കാൻഡിഡേറ്റ്സിന് അത് യൂസ്ഡ് ആയി, ശരിക്കും പരിചയമായി വന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി അത്തരം ചോദ്യങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പഴയതിനേക്കാൾ അല്പം കൂടി ടഫ് ആകാൻ തന്നെയാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ, അതായത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസേഷൻ, റീസൺ ടൈപ്പ്, അതേപോലെ ഈ പെയറിംഗ്, മാച്ചിങ് ടൈപ്പ്, ഇതൊക്കെ ഒന്നുകൂടി കാര്യമായിട്ട് അതിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതില് 2020-ലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ 27 ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. മാച്ചിങ് പെയറിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു 7 ചോദ്യങ്ങൾ. അസേഷൻ, റീസൺ ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു 2 ചോദ്യങ്ങൾ. ബാക്കിയുള്ളവ സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ ഒരു മെത്തേഡ് ഇത്തരത്തിലുള്ള PSCയിലെ ചേഞ്ച്, ഈ ചെറിയ ചേഞ്ച് ആളുകൾ യൂസർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി കാര്യമായിട്ട് അതിൽ സമയം ചെലവാക്കേണ്ടതുണ്ട്. അതിൽ അല്പം കൂടി ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി പേപ്പർ 3-യെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പേപ്പർ 3-ല് 3 പാർട്ടാണ്. ഒന്ന് ജനറൽ സ്റ്റഡീസ് 2. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1 ആയിരുന്നല്ലോ, ഇത് ജനറൽ സ്റ്റഡീസ് 2. അത് 50 ചോദ്യങ്ങളാണ്. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി മലയാളം, അത് 30 ക്വസ്റ്റ്യൻസ്, 30 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംഗ്ലീഷ്, അതിൽ നിന്ന് 20 ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇനി അതില് GS 50 മാർക്കിന്റെ GS-ൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. 50 മാർക്കിന്റെ GS-ൽ 3 പാർട്ടുകളാണ്. ഒന്ന് എക്കോണമി ആൻഡ് പ്ലാനിങ്, ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ട വളരെ വിശാലമായ ഒരു ഏരിയയാണിത്. രണ്ടാമത്തെ സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടാണ്. അത് സാധാരണ ഡിഗ്രി പ്രിലിമിനറിയിൽ വരാറുള്ള സയൻസ് ആൻഡ് ടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുമായി ബന്ധപ്പെട്ട അത്തരം സാധനങ്ങളിൽ ഉപരി ഒന്നുകൂടി ഹയർ ലെവൽ സാധനങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. UPSCയുടെ സിവിൽ സർവീസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെയിം സിലബസിലൂടെ മൂവ് ചെയ്താൽ മതിയാകും. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് അല്ല, എക്കണോമി ആൻഡ് പ്ലാനിങ്ങും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി കണക്ട് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേറൊരു ചോദ്യമായിട്ടല്ല ഉണ്ടാവുക, ഇതെല്ലാം കൂടി
ഒരുമിച്ച് വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. 2020 ലാസ്റ്റ് നടന്ന പിന്നെ KS പരീക്ഷയിൽ ഈ ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറയുന്ന ആ പാർട്ടിലെ 50 ചോദ്യത്തില് 34 ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. ഓക്കെ, ബാക്കി 16 ചോദ്യങ്ങൾ മാത്രമേ സിമ്പിൾ MCQ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി മലയാളം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ PSC പരീക്ഷയിൽ മലയാളത്തിൽ കാണാറുള്ള പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം, സമാനപദം, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. വിപരീത പദം, തിരിച്ചെഴുതൽ, ചേർത്തെഴുതൽ, അത്തരം സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അതേസമയം അതേപോലെ തന്നെ ഇംഗ്ലീഷിലും സാധാരണ PSC കാണാറുള്ള സാധനം ടെൻസ്, സിനോണിം, ഫ്രേസൽ വെർബ്, എറർ കറക്ഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അത് തന്നെയാണ് പിന്നെ ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ചാണ്. ഇനി പിന്നെ നമുക്ക് മെയിൻ എക്സാമിനേഷന്റെ സിലബസിലേക്ക് പോകാം. മെയിൻ എക്സാമിനേഷനിൽ നമുക്കുള്ളത് 3 പേപ്പേഴ്സ് ആണ്. മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ വളരെ കാര്യഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്, സാധാരണ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. പ്രത്യേകം ഇതില് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ശ്രദ്ധിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് വളരെ പ്രധാനമാണ്. എന്ന് പറയുമ്പോൾ സാധാരണ സിവിൽ സർവീസ് ഫീൽഡിലുള്ള ആളുകളാണ് ഇതിനകത്തേക്ക് വരാറുള്ളത്. കാരണം അവർക്ക് ഇത്തരം ഡിസ്ക്രിപ്റ്റീവ് സിലബസ് ഒക്കെ കൈകാര്യം ചെയ്ത് ഡെപ്ത് നോളജ്, കൃത്യമായ നോളജ് ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ KSന്റെ ഡിസ്ക്രിപ്റ്റീവ് എഴുത്തിൽ പ്രശ്നമാണ്. കാരണം അവിടെ സിവിൽ സർവീസിൽ ഉണ്ടാവല് പിന്നെ 12.5 മാർക്കിനും 10 മാർക്കിനും ചില 15 മാർക്ക്, പല വർഷങ്ങൾ പല രീതി 15 മാർക്കിനൊക്കെ ഉള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. അതേസമയം ഇവിടെ നമുക്കുള്ളത് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഡിസ്ക്രിപ്റ്റീവ്. അവര് ഒരു നിശ്ചിതമായ സ്പേസ് തന്നിട്ട് ആ സ്പേസിനകത്ത് എഴുതണം. 2020 നടന്ന പരീക്ഷയിൽ ആ സ്പേസ് തന്നതില് നമ്മൾ മനസ്സിലാക്കണ എന്തൊക്കെയോ അപാകതകൾ സംഭവിച്ചിരുന്നു. ചിലതിന് സ്പേസ് വളരെ കുറവും ചിലതിന് സ്പേസ് വളരെ കൂടുതലും. നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ PSC ചെയ്തതാണോ അപാകത സംഭവിച്ചാണോ വീടാണോ. അപ്പൊ എന്തായാലും അങ്ങനെയായിരുന്നു. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 3 മാർക്കാണെങ്കിൽ 3 മാർക്കുള്ള സ്പേസ് ഉണ്ടാവും, 5 മാർക്കാണെങ്കിൽ 5 മാർക്കുള്ള സ്പേസ് ഉണ്ടാവും. നീട്ടി വലിച്ച് ഒത്തിരി എഴുതുക എന്നതിലുപരി ക്രിസ്പായിട്ട് വളരെ ഷോർട്ടായിട്ട് കൃത്യമായിട്ട് കണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം മുതൽ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ് എന്നർത്ഥം. ഓക്കെ, മാത്രമല്ല ഈ സാധാരണ PSC പഠിക്കുന്നതിൽ നിന്നൊരു മെമ്മറി ടെസ്റ്റും സാധനമൊന്നും അല്ല. മെമ്മറിയിൽ കുറെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് പോയി ഛർദ്ദിക്കാൻ പറ്റിയ സാധനമല്ല. അത്യാവശ്യം അനലിറ്റിക്കൽ സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ അത്യാവശ്യമാണ്. നല്ല കോൺസെപ്ച്വൽ ക്ലാരിറ്റി, പ്രത്യേകിച്ച് എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ നല്ല കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം. 2020 നടന്ന മെയിൻ എക്സാമിന്റെ കട്ട് ഓഫ് ഇങ്ങനെയായിരുന്നു. സ്ട്രീം 1-ൽ 138 മാർക്ക്, സ്ട്രീം 2-ൽ 113 മാർക്ക്, സ്ട്രീം 3-ൽ 90 മാർക്ക്. ഓക്കെ, ഇതിലെ പേപ്പർ 1 മെയിൻ എക്സാമിനേഷന്റെ പേപ്പർ 1 ഹിസ്റ്ററി പാർട്ട് തന്നെ. പേപ്പർ 1 പൂർണ്ണമായിട്ടും ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിയെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് കേരള, 2 ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് 18th സെഞ്ചുറി മുതൽ, അതേപോലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. ഇങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിക്കാം. ഇതിന് പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, ബേസിക് സോഴ്സുകൾ പലതും അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഏത് പേപ്പറിനാണെങ്കിലും ബെസ്റ്റ് സോഴ്സ് NCERT-യുടെയും SCERT-യുടെയും ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൽ ഹിസ്റ്ററി പാർട്ടില് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഈ പല ക്ലാസ്സുകളിലായിട്ട് ഹിസ്റ്ററി ഇങ്ങനെ ചിതറിക്കെടുക്കുകയാണ്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ ഓർത്തെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനൊക്കെ ചിലപ്പോൾ പല ക്ലാസ്സുകളിലെയും പല ടെക്സ്റ്റ് ബുക്കിലെ പല ചാപ്റ്ററിനകത്താകുമ്പോൾ ഒരു പ്രയാസം നേരിട്ടേക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതിന് ഒരു ബെസ്റ്റ് ഓപ്ഷനിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ NCERT SCERT ടെക്സ്റ്റ് ബുക്കിനേക്കാൾ ഒരുപക്ഷെ നല്ലത് തമിഴ്നാട് സർക്കാരിന്റെ +1 +2 ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അത് ഒന്നും കൂടി വളരെ കൃത്യമായിട്ട് അതിനകത്ത് പിന്നെ നന്നായിട്ട് സാധനങ്ങൾ വിശദീകരിച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് നന്നാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത സാധനം എന്താ വെച്ചാൽ അതിൽ ഈ തമിഴ് രാജവംശവുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമുക്കൊരു പക്ഷെ എന്ത് ചെയ്യാം, അതിന്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ മതിയോ. അതിലപ്പുറം കുറെ സാധനങ്ങൾ അതിൽ പഠിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഫാക്ടുകളിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നീട് വരുന്ന വിജയ് സാറും അജിത് സാറും അതിനെ കുറിച്ച് സംസാരിക്കും. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആധികാരികമായിട്ട് പറയാൻ അവർക്കാണ് പറ്റാൻ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ +1 NCERT ടെക്സ്റ്റ് ബുക്ക് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ ഇന്ത്യൻ ആർട്ട് ടെക്സ്റ്റ് ബുക്ക്, ഇന്ത്യൻ ആർട്ട്
അത് നമ്മുടെ ഈ കൾച്ചറൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട കൾച്ചറൽ ആർട്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല സാധനമാണത്. പിന്നെ കേരള ചരിത്രം പഠിക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം എന്നുള്ളത് നമ്മുടെ ശ്രീധര മേനോന്റെ കേരള ചരിത്രമാണ് കേട്ടോ. അതിനേക്കാൾ ബെസ്റ്റ് സാധനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൂടാതെ പിന്നെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ വേണമെങ്കിൽ നമുക്ക് സ്പെക്ട്രത്തിന്റെ ബുക്ക്, അതേപോലെ ബിപിൻ ചന്ദ്രയുടെ ബുക്ക്, സിവിൽ സർവീസിന് ഉപയോഗിക്കാറുള്ള ഇത്തരം ബുക്സുകളും അതിന്റെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് പോകാം. ഞാൻ ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട്, സമയത്തിന്റെ കുറവുണ്ട്. പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 100 മാർക്കിന്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3 പാർട്ടുകളാണ് ഉള്ളത്. പിന്നെ ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പിന്നെ ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് IR ഇന്റർനാഷണൽ റിലേഷൻ, ആ പാർട്ടാണ് ഒന്ന്. രണ്ടാമത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ കറണ്ട് ഇഷ്യൂസ്, ഗിവൺ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കറണ്ട് ഇഷ്യൂസും. അതായത് നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് പഠിച്ച സാധനം തന്നെയാണ് മെയിൻ എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ വേറെയും മെയിൻ എക്സാമിനേഷൻ വേറെ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. കോൺസെപ്ച്വൽ ക്ലാരിറ്റി നന്നായിട്ട് വേണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം എന്ന്. ഓക്കെ, അപ്പൊ ഈ 3 പാർട്ടിൽ നിന്നാണ് അതിലെ ചോദ്യങ്ങൾ വരുന്നത്. അതിലേക്ക് പിന്നെ ആവശ്യമായ ബുക്സ് പറയുമ്പോൾ പൊളിറ്റിയിലെ +1 NCERT നല്ലൊരു പുസ്തകമുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതെനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ബുക്കാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല ലാംഗ്വേജിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന പുസ്തകമാണ്. പിന്നെ ശരിക്ക് +1 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ പൊളിറ്റിക്ക്. പിന്നെ ഒരെണ്ണം ഇതിന് ഉപയോഗിക്കണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. ഇതിന്റെ പൊളിറ്റിക്സിന്റെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പുസ്തകമാണ്. അത് ആവശ്യമില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ ഉപകാരപ്പെടൽ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉപകാരപ്പെടൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ബുക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സിവിൽ സർവീസിൽ ഉപയോഗിക്കാറുള്ള ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലക്ഷ്മികാന്തിന്റെ ഗവേണൻസ് ഉപയോഗിക്കാം. പിന്നെ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടിലേക്ക് വരുമ്പോൾ അതില് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കേരള PSCയുടെ സാധാരണ പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ വേറൊരു ആംഗിളിലുള്ള ഇതാണ് സിവിൽ സർവീസിന്റെ സെയിം സാധനം തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. എൻവിറോൺമെന്റ് എന്ന ശങ്കർ IASന്റെ പുസ്തകത്തിൽ നല്ല സാധനം. പിന്നെ ചെയ്യാവുന്നത് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതേപോലെ ഈ റിപ്പോർട്ടുകൾ വളരെ ഫേമസ് ആയ കാർഡി റിപ്പോർട്ടുകൾ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഫോളോ ചെയ്യുക. അതിന്റെ ന്യൂസുകളും കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ അതിന്റെ ജെന്യൂൻ സാധനം തന്നെ എടുത്ത് പഠിക്കുക. എപ്പോഴും അതിന്റെ ജെന്യൂൻ സോഴ്സിൽ നിന്ന് തന്നെ പഠിക്കണം. അതിനെ കുറിച്ച് എഴുതിയത് പഠിക്കാതെ ജെന്യൂൻ സോഴ്സ് തന്നെ പോയി പഠിക്കുക. ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കും കേട്ടോ. വെബ്സൈറ്റിൽ കറക്റ്റ് കണ്ടന്റ് കിട്ടും, പ്രത്യേകിച്ച് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഈ പിന്നെ വരുന്നത് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ PSCക്ക് പഠിക്കുന്ന പോലെ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പഠിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല. ഒന്നും കൂടി അതിന്റെ കോൺസെപ്റ്റ് ലെവലിലേക്ക് മനസ്സിലാക്കിയിട്ട് വാട്ട്, ഹൗ, വൈ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം കാണാൻ ശ്രമിക്കുന്ന രീതിയിലാണ് പഠിച്ചു പോകേണ്ടത്. മെയിൻ എക്സാമിനേഷനിലെ 3ാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് മെയിൻ എക്സാമിനേഷനിലെ 3ാമത്തെ പേപ്പർ പോകാം. നേരത്തെ പറഞ്ഞ പോലെ 100 മാർക്കിന്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ തന്നെയാണ്. അതിൽ 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന് എക്കണോമി ആൻഡ് പ്ലാനിംഗ് ആണ്, 2 ജോഗ്രഫിയാണ്, കറണ്ട് ഇഷ്യൂസ് ആണ്. എക്കണോമി ആൻഡ് പ്ലാനിങ്ങും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കറണ്ട് ഇഷ്യൂസ്, ഇതാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത്. പിന്നെ ഈ എക്കണോമിയിൽ എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. പല PSC പരീക്ഷയിൽ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് കൃത്യമായി അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാവാറില്ല. ആ രീതിയിലൊന്നും എഴുതാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് എക്കണോമിക്സിന്റെ കാര്യത്തിൽ മാർക്ക് ഹയർ റാങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായി കോൺസെപ്ച്വൽ ബേസിൽ അത് പഠിക്കണം. എങ്കിൽ മാത്രമേ അതിൽ ഹയർ മാർക്ക് വാങ്ങാൻ പറ്റൂ. അതിൽ ഉപയോഗിക്കുന്ന ബെസ്റ്റ് ബുക്ക് എന്ന് എനിക്ക് തോന്നുന്നത് ശങ്കർ ഗണേശിന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് കീ കോൺസെപ്റ്റ് ഇൻ ഇന്ത്യൻ എക്കണോമി എന്ന മറ്റുമാണ്. പേര് മാറ്റുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് വരുന്നവർ അതിലൊന്നും കൂടെ എക്സ്പെർട്ടൈസ് ഉള്ളവരാണെന്ന് പറയും. അപ്പോ അതേപോലെ തന്നെ അതൊരു ചെറിയ പുസ്തകമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരുവിധം എല്ലാ കണ്ടന്റും അതിനകത്തുണ്ട്. പിന്നെ രമേശ് സിംഗിന്റെ ഒരു പുസ്തകം ഉണ്ട്, ബട്ട് അത് കുറച്ചും കൂടി വലിയ ബുക്കാണ്. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് ഇപ്പൊ ശങ്കർ ഗണേശന്റെ പുസ്തകം ഉപയോഗിക്കലായിരിക്കും തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ +1
ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള പുസ്തകത്തിൽ, അത് പ്രൊജക്ട് സാധനം നല്ല പുസ്തകം. പിന്നെ കേരള എക്കണോമിയെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ ആധികാരികമായിട്ടൊരു പുസ്തകം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട അതിന്റെ വെബ്സൈറ്റുകൾ, ആസൂത്രണ ബോർഡിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ കുറെ കിട്ടും. അതിൽ കുറെ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, കുറെ റിവ്യൂ ഉണ്ടാകും, കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. അത് ഉപകാരപ്പെടും. പിന്നെ കേരള ബഡ്ജറ്റ് കൃത്യമായിട്ട് പഠിക്കുക, അതിനെപ്പറ്റി വിശകലനം ചെയ്യുക. പിന്നെ കേരള ഗവൺമെന്റ് കുറെ പ്രൊജക്ടുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ എന്താ പറയാ ഹരിത കേരളം, ആർദ്രം, പിന്നെ ആരോഗ്യ കിരണം, ഇങ്ങനൊക്കെയുള്ള കുറെ എന്താ പറയാ പിന്നെ പ്രൊജക്ടുകൾ ഉണ്ടല്ലോ. ആ പ്രൊജക്ടുകളുടെ തന്നെ ജെന്യൂൻ അതിന്റെ കൃത്യമായ വെബ്സൈറ്റിൽ കയറിയിട്ട് അതൊക്കെ റീഡ് ചെയ്യാം. ജോഗ്രഫി പാർട്ടില് എനിക്ക് തോന്നുന്നു പഠിക്കാൻ ഏറ്റവും നല്ല പുസ്തകം 9th സ്റ്റാൻഡേർഡിലെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം, അത് ഓക്കെയാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ജോഗ്രഫി അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായ അറ്റ്ലസ് ഉപയോഗിച്ചുള്ള ഒരു പഠനം നിർബന്ധം കേട്ടോ. ഏതെങ്കിലുമൊക്കെ അറ്റ്ലസ് ഉപയോഗിക്കുന്നതിന് പകരം ഓക്സ്ഫോർഡിന്റെ അറ്റ്ലസ് ഓക്സ്ഫോർഡ് ഉണ്ട്, അതിലെ സ്റ്റുഡന്റ് അത്ലറ്റ്സ് ഉണ്ട്, അതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കേരള ജോഗ്രഫി പഠിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ പ്രത്യേകമൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ഞാനിപ്പോ ഒരു ദിവസം എല്ലാ പേപ്പറും, പ്രിലിമിനറി എക്സാമിനേഷന്റെയും മെയിൻ എക്സാമിനേഷന്റെയും എല്ലാ പേപ്പറും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ ഇതെല്ലാം ഈ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു, മെയിൻ എക്സാമിനേഷനും കഴിഞ്ഞു. അതിനുശേഷം 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്യണം. ആ ഇന്റർവ്യൂ ഫേസ് ചെയ്ത് 45 മാർക്കിനാണ്. കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ 50 മാർക്കിനായിരുന്നു, ഈ വർഷം 45 മാർക്കിനാണ്. അതും കൂടി വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരിക, റാങ്ക് ലിസ്റ്റ് വരിക. അപ്പൊ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 300 + 45 345 മാർക്കിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് വന്നത് 350 മാർക്കിലായിരുന്നു, കാരണം അവിടെ ഇന്റർവ്യൂ 50 മാർക്കിനായിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം സ്ട്രീം വണ്ണില് ഏറ്റവും ടോപ്പ് മാർക്ക് ജോയിൻ ചെയ്ത ആളുടെ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് 198.525 ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളുടെ മാർക്ക് 168.5 ആയിരുന്നു. സ്ട്രീം 2 ഏറ്റവും ടോപ്പ് റാങ്കിന്റെ 184.750 ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് റാങ്കിന്റെ 141 ആയിരുന്നു. സ്ട്രീം 3 151 ആയിരുന്നു. ടോപ്പ് ഏറ്റവും ലാസ്റ്റ് 115 ആയിരുന്നു. അപ്പോ ഈ വർഷം കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് സാധ്യത. ഏത് നിലക്ക് നോക്കിയാലും കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എക്സാമിന്റെ ടഫും നമ്പർ ഓഫ് അപ്ലിക്കേഷനും വേക്കൻസിയും ഒക്കെയാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, കാരണം പിന്നെ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യൂസ്ഡ് ആയി വിദ്യാർത്ഥികൾ ഇത് കൂടുതൽ പരിചയപ്പെട്ടു വന്നു. നമ്പർ ഓഫ് വേക്കൻസി ഒരു 31 വേക്കൻസി മാത്രമേ ഉള്ളൂ. അത് സ്ട്രീം 1 11, സ്ട്രീം 2 10, സ്ട്രീം 3 10 വീതമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ടഫ് കൂടാൻ തന്നെയാണ് സാധ്യത. കോമ്പറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, ടോപ്പേഴ്സ് ഉണ്ട്. ഈ ടോപ്പേഴ്സ് എന്നത് ബൈ ബർത്ത് ഒന്നുമല്ല, അത് അവർ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ചുരുങ്ങിയ സമയമാണുള്ളത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു പക്ഷേ എത്താൻ സാധിച്ചേക്കാം. കോമ്പറ്റീവ് എക്സാമിനേഷൻ വളരെ വളരെ പിന്നെ കോമ്പറ്റീവ് ഒരുപാട് കോമ്പറ്റൻസി കൂടുതലുള്ളതാണ്. ഇതിൽ സാധാരണ കോമ്പറ്റീവ് എക്സാമിനേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് 3 രീതിയിൽ നമ്മൾ പഠനത്തെ ക്രമീകരിക്കും. ആദ്യം ഒരു ബേസിക് ലേണിംഗ് ആണ്, രണ്ടാമത്തെ കോർ ലേണിംഗ് ആണ്, അതേപോലെ റിവൈസ് ചെയ്യലാണ്, മൂന്നാമത്തത് പിന്നെ അതിന്റെ മോക്ക് ടെസ്റ്റുകളും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും ആണ്. അപ്പോൾ ഈ ബേസിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ, ബേസിക് സ്റ്റഡി ആണെന്ന് പറഞ്ഞ് കുറെ സമയം ചെലവാക്കുന്നതിനുപരി നിങ്ങൾ എന്താണോ ആദ്യമായിട്ട് പഠിക്കുന്നത് അത് തന്നെയാണ് ബേസിക് സ്റ്റഡി. ആദ്യത്തെ ഒരു തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവില്ല, ബേസിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ബേസിക് സ്റ്റഡി. അത്രേ ഉള്ളൂ. ആ ബേസിക് സ്റ്റഡി പിന്നെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോർ സ്റ്റഡിയിലേക്കാണ്. അതുകൊണ്ട് റിവിഷൻ പോലെ നമ്മൾ പഠിക്കണം. അതൊരു കോർ സ്റ്റഡി ആയിട്ട് മനസ്സിലാക്കാം. ഇതിനെല്ലാത്തിനും കൂടെ സമയം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ ആൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, അതൊരു കോർ സ്റ്റഡിയോട് കൂടി തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും മോക്ക് ടെസ്റ്റും തുടർന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. 2025 ഡിഗ്രി യോഗ്യതയുള്ള ജീവിച്ചിരിപ്പുള്ള ഏതൊക്കെ മലയാളികളുണ്ടോ അവരെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരിക്കലും മിസ്സാക്കരുത്. ഒരു പോളിസി മേക്കർ ആവാൻ പറ്റിയ, ഒരു ചേഞ്ച് മേക്കർ ആവാൻ പറ്റിയ കേരളത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണിത്. ഇത് മാക്സിമം ഉപയോഗിക്കുക. അതിന് നമ്മൾ അർഹത നേടുക എന്നതാണ് പ്രധാനം.
ഇതിന് അർഹത നേടുക എന്ന് പറഞ്ഞ അർത്ഥം അത് കൃത്യമായി അതിന്റെ സിലബസ് പഠിച്ച് തലയിലേറ്റി നമ്മൾ അതിന്റെ ആളുകളായിട്ട് മാറുക. നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാതെ ഇപ്പൊ യോജന കുരുക്ഷേത്ര പെട്ടെന്ന് ഓർമ്മയിൽ വന്നാണ്. യോജന കുരുക്ഷേത്ര ഇങ്ങനെ കുറെ പബ്ലിക്കേഷൻസ് ഉണ്ട്. അതും ഉപയോഗിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് എല്ലാ ലക്കവും ഇരുന്ന് വായിക്കണം എന്നല്ല, നമ്മുടെ സിലബസ് വായിച്ചിട്ട് ആ സിലബസിൽ ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ ഏതാണ് അത് മാത്രം എടുത്ത് വായിക്കുക. അപ്പോ പിന്നെ ഞാൻ അവസാനിപ്പിക്കണം. 2020 4.1 ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത്. അപ്പൊ എനിക്ക് ശേഷം ഞാൻ നിർത്തിയാൽ ഉടനെ തന്നെ വിജയ് സാറിന്റെയും അജിത് സാറിന്റെയും ഒരു ചെറിയ ടോക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് അവരുടെ ഇന്ററാക്ഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞതിലുള്ള എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവരത് സോൾവ് ചെയ്യും, അത് അവർ കറക്റ്റ് ചെയ്യും. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഇതിനേക്കാൾ വിശദമായിട്ട് ഈ ഫീൽഡുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. രണ്ടുപേരും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവന്റ് ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയും. എന്തായാലും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഭാഗമാക്കാനുള്ള ഈ സുവർണ അവസരം മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവന്റ് ആകാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം വളരെ സന്തോഷത്തോടു കൂടി താല്പര്യത്തോടു കൂടി ഈ പ്രോഗ്രാം വീക്ഷിച്ചതിന്, കേട്ടിരുന്നതിന്, മനസ്സിലാക്കിയതിന് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Askar sir, over to you. അബ്ദുസലാം എന്നൊന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. സൈനുദ്ദീൻ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത സെഷനിലേക്ക് പോകാം. അല്പസമയം സംസാരിക്കുന്നതിന് വേണ്ടി വിജയ് സാർ പ്ലീസ്. സാർ. സാർ, നമുക്ക് ഡയറക്റ്റ് ഗസ്റ്റിലേക്ക് പോവാം. അസ്കർ സാറും സൈനുദ്ദീൻ സാറും അവിടെയുള്ള CGHQ മീറ്റിംഗിലാണ്. എന്തായിരുന്നു ഡൗട്ട്സ്? നമുക്ക് ഇതിന് ശേഷം അവസാനം വരുന്നുണ്ട്. സൈനുദ്ദീൻ സാർ എന്തോ പറഞ്ഞോ? സാർ, ഞാൻ പറഞ്ഞതൊന്നുമില്ല. നമുക്ക് ഗസ്റ്റിലേക്ക് പോയിട്ട് അവരോടൊരു സംസാരം കഴിഞ്ഞതിന് ശേഷം സംശയങ്ങളിലേക്ക് ഓക്കെ. മുനീർ സാർ, അതേപോലെ അജിത് സാർ, അതെ, ഇവിടെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതിന്റെ ഓരോ പാറ്റേൺസും കാര്യങ്ങളൊക്കെ എക്സാമിനെ പറ്റി കൃത്യമായിട്ട് സംസാരിച്ചു. നമുക്കിതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ എന്താ ഉള്ളതെന്ന് അറിയില്ല. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം പറയാം. അപ്പോൾ ആദ്യം ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിജേഷ്. ഞാൻ എൻ്റെ സ്ഥലം മലപ്പുറമാണ്, കൊണ്ടോട്ടിയാണ്. പിന്നെ ആദ്യം ഓഡിയബിൾ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലാണ്. ഞാൻ PF ഓഫീസറാണ്. അതിന് പുറമെ ഞാൻ DD എഡ്യൂക്കേഷന്റെ അധിക ചുമതല വേണ്ടി വഹിക്കുന്നുണ്ട്. കണ്ണൂർ DDയുടെ ചുമതല വേണ്ടി വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവിൽ നമ്മുടെ അടുത്തൊരു ട്രാൻസ്ഫർ കൂടി ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ നിലവിൽ പുതിയ അപ്പോയിന്റ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അടുത്ത പോസ്റ്റിങ്ങിന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ KS എക്സാം നമ്മളിപ്പോ ഒരു 3 വർഷത്തിൽ കഴിഞ്ഞു. നമ്മളിപ്പോ ജോയിൻ ചെയ്ത് 2021 ഡിസംബറിലാണ്. അത് കഴിഞ്ഞ 1.5 വർഷത്തോളം ഒരു വളരെ വിശദമായിട്ടുള്ള നല്ല എല്ലാ മേഖലയും തൊടുന്ന ഒരു വലിയൊരു ട്രെയിനിങ്ങും കഴിഞ്ഞു. ആ ട്രെയിനിങ് തന്നെ ആദ്യമായിട്ടാണ് ഒരു വകുപ്പിന് ചെയ്തിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഓരോ പ്രത്യേക വകുപ്പിലൊക്കെ ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ 104 പേരാണ്. 29 ഡിപ്പാർട്ട്മെന്റ്സിലായിട്ടാണ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. അതിന് പുറമെ ബാക്കിയുള്ള ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നമ്മുടെ അപ്പോയിന്റ്മെന്റ്, അതേപോലെ മിഷനുകളിലൊക്കെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നേരത്തെ മുനീർ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്നൊരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല പോളിസി മേക്കിംഗ് തന്നെ. കാരണം പല മേഖലയിലും ആ രീതിയിൽ തന്നെ നമ്മുടെ പല മേഖലയിൽ നിന്ന് നമ്മുടെ സഹപ്രവർത്തകർ അതിൻ്റെതായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതില് ഈ സർവീസിനെ പറ്റി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഏറ്റവും ഇപ്പൊ എനിക്ക് വളരെ കുറഞ്ഞ കാര്യം മാത്രം പറയാം. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ആദ്യം ജസ്റ്റ് സർവീസിനെ പറ്റി പറയാം, പിന്നെ കുറച്ച് എക്സാമിനെ പറ്റി പറയാം. ഓക്കെ,
ബാക്കി പിന്നെ അജിത് സാർ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ അതിലേക്ക് കൊടുക്കാം. സർവീസിന്റെ ഏറ്റവും വലിയൊരു ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി തന്നെയാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വളരെതാണ്. കാരണം നമ്മള് പല സർവീസിലും ജോയിൻ ചെയ്യും, നമ്മളൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല, അതായത് മൾട്ടി ഡയമെൻഷനിൽ പല ഹോളിസ്റ്റിക് ആയിട്ട് നല്ല ഓരോ വകുപ്പിനെ പറ്റിയിട്ട് പ്രവർത്തനം നമുക്ക് മനസ്സിലാവും ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പല ആൾക്കാർ, നമ്മുടെ സഹപ്രവർത്തകരുടെ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോർഡിനേഷൻ ഏത് കാര്യം നടപ്പിലാക്കണമെങ്കിലും ഗവൺമെന്റ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പ്രൊസീജിയർ ബേസ്ഡ് ആണ് എങ്കിലും നമ്മുടെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ ആ ഇൻഫോർമൽ ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ അട്രാക്ഷൻ. ഇപ്പൊ IAS ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അവര് സ്മൂത്ത് നടക്കണം, അവർ തമ്മിലുള്ള ഒരു സംസാരം കൂടിയാണ് ഇതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു അട്രാക്ഷൻ. അപ്പോൾ അത് നമ്മളെ തന്നെ ഇപ്പൊ തൊട്ടടുത്ത ലെവലിൽ KS ഇപ്പൊ ഇത് സാധ്യമാവുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. അതെ, അതൊരു കാര്യം. ഇതാണ് പൊതുവെ എക്സാമിന്റെ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടി പറയാനുള്ളത്. ഇനി ഇപ്പൊ നമ്മളിപ്പോ വകുപ്പിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ പല വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഗാ വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവന്യൂവിലെ ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ്, അതേപോലെ സെക്രട്ടേറിയറ്റിലാണ് അണ്ടർ സെക്രട്ടറി പോസ്റ്റ്, GSTയിലാണ് GST ഡെപ്യൂട്ടി കമ്മീഷണർ പോസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ LSCDയിലുള്ള പല അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോസ്റ്റ്, അതേപോലെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പോസ്റ്റുകളൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്, പക്ഷേ ഏറ്റവും എണ്ണം കൂടുതലുള്ള പോസ്റ്റുകളായിട്ട് കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യൻ പോസ്റ്റിലേക്കൊക്കെ വർക്ക് ചെയ്യാനും പിന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള വലിയൊരു സാധ്യതയാണ് ഇതിലൂടെ വരുന്നത്. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷനും അതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് നേരത്തെ നമ്മുടെ മുനീർ സാർ പറഞ്ഞ 3 ടയർ, അതായത് പ്രിലിമിനറി, മെയിൻസ്, അതേപോലെ പേഴ്സണൽ ടെസ്റ്റ് ഉൾപ്പെടുന്ന ആ ഒരു രീതി. ഞാൻ എന്തായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിനെ അറിയാൻ താല്പര്യം എക്സാമിനെ പറ്റിയായിരിക്കും. ഞാൻ സ്ട്രീം 2-ൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണ്. സ്ട്രീം 2-ൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തു. ഇപ്പോൾ ഐഡിയ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്നത് നേരത്തെ ഇപ്പൊ എനിക്ക് DD ആയി കിട്ടിയ പഴയ വകുപ്പ് തന്നെയാണ്. സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 5 വർഷം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇടയിലാണ് നമുക്ക് ഈ പറഞ്ഞ എക്സാം എഴുതിയിട്ട് ഞാൻ ഇതിൽ കയറിയത്. അങ്ങനെ ഈ എക്സാംസിന്റെ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ 2021 ശേഷം എല്ലാ PSC എക്സാംസിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാറ്റേൺ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പൊതുവെ PSC എഴുതുന്ന ആൾക്കാരാണ് ഇവിടെ പരിചിതമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഈ എക്സാമിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു കാരണം. നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് എക്സാമിനെ പറ്റി പഠിക്കണം എന്ന് പറയാം. എക്സാമിനെ പറ്റി പഠിക്കണം. അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ്. കാരണം അതാണ് സ്മാർട്ട് വർക്ക്. കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആദ്യം ആ സിലബസ് നോക്കിയിട്ട് മനസ്സിലാവണം. കാരണം എന്ത് വേണം എന്ത് വേണ്ട തീരുമാനിക്കുന്നത് വളരെ വളരെ കാര്യം. കാരണം ഇതിന്റെ സിലബസ് അത്രയും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. ഒരു കാര്യം വളരെ എടുത്തു പറയാനുള്ളത്, എല്ലാം നമുക്ക് പഠിക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഈ ഒരു പരീക്ഷയുടെ സ്വഭാവം കൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കാൻ പറ്റണം. എല്ലാ മേഖലകളും നോക്കാൻ പറ്റണം. ഈ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു മെയിൻ ഒരു പ്രശ്നം അതാണ്. കാരണം ചില കാര്യം നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം എല്ലാ മേഖല അറിയുമ്പോഴാണ് അതിന്റെ ആൻസേഴ്സിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ എക്സാംസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ 2-3 മേഖലകളോട് ഞാൻ പറയാം. അതായത് ഒന്ന് കേരള സ്റ്റഡീസ് എന്നൊരു ഭാഗം വളരെ പ്രധാനമാണ്. മറ്റത് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് സ്ട്രീം 1 എന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വളരെ അതിന്റെ പിന്നാലെ ഇന്റൻസീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിവിൽ സർവീസിന്റെ എന്തെങ്കിലും ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരിക്കും പല ആൾക്കാർക്കും. അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ KS വ്യത്യസ്തമാക്കുന്ന കേരള സ്റ്റഡീസ് എന്നൊരു പേപ്പറാണ്. കാരണം അത് എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ KS എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേക്കാളും ഒരു സിലബസ് കൂടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ എക്കണോമിക്സും ഒക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാത്തിനും പുറമെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, പോട്ടെ കേരള എക്കണോമിക്സ് എന്നൊക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സിലബസ്, റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ഒന്നും എവിടെ ഇല്ല. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതൊരു ഭാഗം. അപ്പൊ കേരള സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും മറ്റുള്ളതൊക്കെ എല്ലാം നല്ല, പക്ഷെ പുതിയൊരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ പൊതുവെ വിഷയങ്ങളുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പൊ നമ്മളിപ്പോ പൊതുവെ വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പല പേപ്പറുകളിലായിട്ട്. അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമി, പിന്നെ പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. വിഷയങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണം. അപ്പോഴതിനെങ്ങനെ പഠിക്കാൻ നോക്കാം.
ഈ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ ശരിക്കും സ്റ്റാറ്റിക് ആയിട്ട് വിഷയങ്ങളാണ്, മനസ്സിലായല്ലോ. അപ്പൊ ആ സ്റ്റാറ്റിക് വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ ആ മെറ്റീരിയൽസ് വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. ഓക്കെ, ആ വാക്ക് അത് വായിക്കുന്നതിൽ വായിക്കാം. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാര്യമായിട്ട് അപ്ഡേഷൻസ് ഒന്നും വരാനില്ലല്ലോ. ഹിസ്റ്ററിയിൽ പിന്നെ അപ്ഡേഷൻസ് വരാൻ സാധ്യതയില്ലല്ലോ, ഒരു കാര്യം. പക്ഷെ മറ്റുള്ള ടോപ്പിക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലോ എക്കണോമി ആയാലോ SNT ആയാലോ ഒക്കെ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാരണം അതിന്റെ കോർ സിലബസ് ചിലപ്പോൾ കുറവായിരുന്നെങ്കിലും അതിന്റെ എപ്പോഴും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും, അല്ലെ. ഇപ്പോ ഇപ്പോ എക്കണോമിയിലെ ഒരുപാട് പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ട് കാര്യം വരാം. ഇ കൊമേഴ്സ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ തന്നെ ഒരുപാട് നിയമങ്ങളെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഒരു മേഖലയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് വേണ്ട ടോപ്പിക്കുകളാണ്. അത് നമ്മൾ നോക്കണം. നിങ്ങളൊരു കാര്യം പറയും, നമ്മുടെ സിലബസിന്റെ മെയിൻസ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ 1 ഹിസ്റ്ററി ആണ്. ഓക്കെ, പേപ്പർ 2 പറഞ്ഞാൽ ബാക്കിയുള്ള പൊളിറ്റിയാണ് മെയിൻ, പിന്നെ SNT ഉണ്ട്. പേപ്പർ 3 ആണ് എക്കണോമിയാണ്. അതിന് താഴെ വാചകം വളരെ പ്രധാനമാണ്. ഏറ്റവും അവസാനത്തെ ഒരു വാചകം പറയുന്നുണ്ട് ഈ സിലബസിന്റെ ഓരോ പാർട്ട് 2, പാർട്ട് 3. The topics related to the current news related to the above subjects എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ കറന്റ് മാറ്റേഴ്സിന് വളരെ അത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതായത് പേപ്പർ 2ലും മെയിൻസിന്റെ പേപ്പർ 2ലും പേപ്പർ 3ലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി മെയിൻസിന്റെ ഒരു കാര്യം പറയുമ്പോൾ എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പൊ ഞാൻ പറയുന്നത് പൊതുവെ PSC വ്യത്യസ്തമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രിലിംസ് ഇപ്പോ അതിന് കൂടെ പറയുന്നില്ല, കാരണം അത് ടഫ്നെസ് കുറച്ച് കൂടും. പക്ഷെ അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിലവിലെ PSC അതേ ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ മെയിൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ഏരിയ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിന് നല്ല പ്രാക്ടീസും വേണം. ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് മെയിൻസ് ആയാലും പ്രിലിംസ് ആയാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷനിലാണ് വ്യത്യാസം. ഓക്കെ, പ്രിലിംസിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സും അതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത്. മെയിൻസിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. പഠിക്കുന്ന കാര്യങ്ങൾ പോകണം. പക്ഷെ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് വേണ്ട ഈ എക്സ്പ്രഷൻ വളരെ മാറ്റർ ആണ്. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം അത് ഉണ്ട്, മോർ ദാൻ സ്റ്റഡീസ്. പഠിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കണക്കാക്കണം. കാരണം അത് സ്ഥിരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. അതിനായിട്ട് നമ്മൾ ആദ്യം എഴുതി തന്നെ പോകണം. നമ്മുടേതായിട്ടുള്ള രീതികളിൽ അഡോപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ആദ്യം എന്തെങ്കിലും എഴുതാൻ പറ്റണം. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് മുമ്പത്തെ ക്വസ്റ്റ് പേപ്പർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ UPSCയിലെ പേപ്പേഴ്സ് നോക്കിയിട്ടോ ഒരു ആൻസേഴ്സ് എഴുതാൻ നോക്കേണ്ടി വരും. എന്നിട്ട് എഴുതിയത് ഒന്ന് കൃത്യമായിട്ട്, നമ്മൾ എപ്പോഴും പറയാ ഈ ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് 5 മാർക്ക് 3 മാർക്ക് എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ആ പറഞ്ഞ സ്പേസിൽ തീർക്കാൻ ശ്രമിക്കണം എന്നാ പറയാ. പറഞ്ഞ സ്പേസിൽ പറഞ്ഞ സമയത്ത്. അപ്പൊ ഇത് 3 സ്റ്റെപ്പാണ്. ആദ്യം ചോദ്യം ചോദിച്ചാൽ എന്തെഴുതാൻ പഠിക്കണം, പിന്നെ ആ പറഞ്ഞ സ്പേസിൽ എഴുതാൻ കഴിയണം, പറഞ്ഞ സമയത്തിലും കൂടി എഴുതാൻ കഴിയണം. ആ രീതിയിലേക്ക് എത്തണം. പക്ഷെ അതിന് തുടക്കം അതൊരു പതുക്കെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. കാരണം പ്രിലിംസ് കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടി പ്രാക്ടീസ്ഡ് ആയിട്ട് മാറും. അപ്പൊ അത് എഴുതി നോക്കേണ്ടി ആവശ്യമുണ്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാം, ഒരു കാര്യം കൂടി. ഇതിന്റെ മെറ്റീരിയൽസിന്റെ കാര്യം കുറച്ച് പറഞ്ഞു. അതെന്തായാലും നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിലേക്ക് അഡീഷൻസ് പറയാൻ ഞാൻ കേരളന്റെ കേസ് പറഞ്ഞു. കേരളയിൽ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് PSC വ്യത്യസ്തമായ ടോപ്പിക് നേരത്തെ പറഞ്ഞ കേരള സ്റ്റേറ്റ്സ് വിഭിന്നമായിട്ട് നമ്മുടെ എക്കണോമിയാണ്. എക്കണോമി അധികം ഒരു പരിചയം ആൾക്കാർക്ക് ഉണ്ടാവാറില്ല, പൊതുവെ കേൾക്കുന്ന അഭിപ്രായമാണ്. അപ്പൊ എക്കണോമിയിൽ നമുക്ക് കൺസെപ്റ്റ്സ് എന്തായാലും പഠിക്കണം. ലൈക്ക് ഇൻഫ്ലേഷൻ ആയാലോ അങ്ങനത്തെ കുറെ ട്രേഡ് ഡെഫിസിറ്റ്, അങ്ങനത്തെ കൺസെപ്റ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, അങ്ങനത്തെ കുറെ കൺസെപ്റ്റ്സ് ആയാലും പഠിക്കണം ഒരു ഭാഗത്ത്. പക്ഷെ അതിൽ ബാക്കി അപ്ഡേറ്റ്സ് എന്തായാലും നമ്മൾ നോക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഞാൻ അതിന് കുറെ ചോദ്യങ്ങൾ വരെ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് നമ്മൾ കേരള എക്കണോമിക് റിവ്യൂ ആണ്. കേരള എക്കണോമിക് റിവ്യൂ. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് എക്കണോമിക് സർവേ. ഈ ഡോക്യുമെന്റ്സ് വളരെ സഹായകമാണ്. അത് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, അതിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. ഓരോരോ സർവേ വരുന്നില്ലെങ്കിലും ഇപ്പോ ബാക്കിയുള്ളൊക്കെ എന്താണ് സെൻസസ് വരുന്നില്ലെങ്കിൽ ബാക്കി കുറെ സർവേകളൊക്കെ ഉണ്ടല്ലോ. അപ്പോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എത്രയാണ് ജെൻഡർ റേഷ്യോ, അങ്ങനത്തെ കുറെ ഡേറ്റ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കിട്ടുന്ന ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് നമ്മുടെ എക്കണോമിക് റിവ്യൂ. ഓക്കെ, അപ്പൊ എക്കണോമിക് റിവ്യൂ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങിന്റെ സൈറ്റ് നോക്കിയാലും അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അത് നോക്കേണ്ട അത്യാവശ്യമാണ്. അത് എല്ലാ മേഖലയിലും അത് കിട്ടും. ഓക്കെ, അപ്പൊ അതെന്തായാലും റെഫർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. പിന്നെ SNTയുടെ കേസ് സ്പെസിഫിക് SNT നേരത്തെ പറഞ്ഞില്ല. SNT ഇവിടെ കറന്റ് ആസ്പെക്ട്സിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ. SNTയും അതേപോലെ എൻവയോൺമെന്റും. അപ്പോ
മോർ ദാൻ ടെക്നോളജി കൂടി സയൻസും കൂടി നോക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ചില കൺസെപ്റ്റ്സ് ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ ഒരു പുതിയ ടെക്നോളജി സ്റ്റാർലിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർലിങ്ക് ആയിട്ടാണ് ഇപ്പൊ നമ്മള് നോക്കേണ്ടത്. ഇപ്പൊ എലോൺ മസ്ക് ആണ് സ്റ്റാർലിങ്കിന്റെ ടെക്നോളജി നോക്കേണ്ടി വരും, കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ഇപ്പൊ ലൈക്ക് വേറെ ചോദ്യം AI. ഇപ്പൊ AI അണ്ടർലൈൻ ടെക്നോളജീസ് ഒക്കെ ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ പാറ്റേൺ മാച്ചിങ്ങും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഏറ്റവും ട്രെൻഡി ആയിട്ട് ടോപ്പിക് നോക്കിയിട്ട് അതിന്റെ കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങണം എന്നാണ് ഇപ്പൊ ഇതിന്റെ ഈ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് ഏറ്റവും ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത് കറണ്ട് ആസ്പെക്ട്സിൽ നല്ല ഇത് കൊടുക്കുക. അപ്പോൾ രണ്ട് മേഖല, സബ്ജക്ട് ബേസ്ഡ് ആസ്പെക്ട്സും കറണ്ട് ആസ്പെക്ട്സും. സബ്ജക്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ഇങ്ങനത്തെ ട്രഡീഷണൽ ബുക്സ് എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ജനറൽ ആസ്പെക്ട്സ്, അതായത് കറണ്ട് ജനറൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് ബാക്കിയുള്ള പേപ്പറിനും അതേപോലെയുള്ള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന കാലാകാലം പബ്ലിഷ് ചെയ്യുന്ന പല രേഖകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഇങ്ങനെ സബ്ജക്ട് നോളജും ജനറൽ ആയിട്ടുള്ള നോളജും ഇതേപോലെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് പ്ലസ് പ്രൊവൈഡഡ് നിങ്ങൾ ഇപ്പോൾ മെയിൻസ് ആകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് അതിനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി അതിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിത് കൂടുതൽ എന്തായാലും ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സമയം നമുക്ക് വളരെ പരിമിതമാണ്. ഇനി അജിത്ത് സാർ ഇവിടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത് ഇനി ബാക്കിയുള്ളത് സംസാരിച്ചിട്ടെ. ഓക്കെ, മുനീർ സാർ അത് ഓക്കെ അല്ലേ? ഹലോ, യെസ്. അജിത് സാർ പ്ലീസ്. സാറിന്റെ വോയിസ് കേൾക്കുന്നില്ല. എന്റെ പ്രശ്നമാണോ അതോ എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നില്ല. ഇപ്പൊ ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വിജയ് സർ, CG ഫാക്കൽറ്റി, മുനീർ സർ, KS ആസ്പിറൻസ് ആയിട്ടുള്ള ഇവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അപ്പൊ വിജയ് സാർ, മുനീർ സാർ പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കാണ്. ഇപ്പോൾ കേരളത്തിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാ എക്സാം ആസ്പിറൻസിനും ഉള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് KS എക്സാം. ഇക്കാലം അത്രയും ഒരു ഗ്രാജുവേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്ന കുറച്ചധികം വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റുകൾ എന്ന് പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആയിരുന്നു. ഇത് അതിൽ നിന്നും വളരെ ഉയരത്തിൽ ഉള്ള കുറെ പോസ്റ്റുകൾ, ഒന്നോ രണ്ടോ പോസ്റ്റുകളല്ല, ഞങ്ങൾ എക്സാം എഴുതിയ വർഷം 100-ലധികം പോസ്റ്റുകൾ, നിലവിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം 30-ലധികം പോസ്റ്റുകൾ, അതായത് ഒരു ഡിസ്ട്രിക്ട് ഹെഡ് പോസ്റ്റുകൾ മുതൽ പല പല മിഷനുകളിലും അതോടൊപ്പം തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും പോളിസി ഡിസിഷൻസും ഒപ്പം ഇമ്പോർട്ടന്റ് വളരെ കീ പോസ്റ്റുകളിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ എക്സാമിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. ജൂലൈയിൽ പ്രിലിംസ് ഉടനെ എത്തും. തുടർന്ന് തന്നെ മെയിൻസും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ എക്സാമിന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അതായത് നിങ്ങൾക്കറിയാം, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ സോഫ്റ്റ് നോട്ടായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ അതിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ഡെയിലി അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 3 days 4 days നിങ്ങൾ അത് റിഫ്രഷ് ചെയ്യണം. ആ സിലബസിനെ ആദ്യം ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതായത് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. സിവിൽ സർവീസ് എക്സാമിന്റെ അതേ പാറ്റേൺ, ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി ആണ് KS എക്സാം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ KS എക്സാമിനും അതേപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിന് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നത് നിങ്ങൾ ആ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് എന്താണ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, ആ എക്സാം നമ്മളിൽ നിന്ന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഗ്ലാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ആ സിലബസ് ഉണ്ടായിരിക്കും. അതൊന്ന്. രണ്ടാമതായി, നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ KS എക്സാമിന്
എന്താണ് KS എക്സാം എന്ന് അറിയുന്നതിന് നിങ്ങളുടെ മുമ്പിലുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് സിലബസ്, രണ്ടാമതായി നിങ്ങളുടെ മുമ്പിലുള്ളത് മുമ്പ് നടന്ന KS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, KSന്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം KSന്റെ മെയിൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും. കേരള PSC എങ്ങനെയാണ് KSലേക്ക് ആളെ തെരഞ്ഞെടുക്കുന്നത് എന്നതിനുള്ള നിങ്ങൾക്ക് അറിയാനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പൊ ഈ സിലബസിന് പുറമെ ഇന്ന് തന്നെ നിങ്ങൾ ഈ 2020 നടന്ന KS എക്സാമിന്റെ പ്രിലിംസും ഒപ്പം മെയിൻസ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് KS പ്രിലിംസിന്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രിലിംസ് എക്സാമിൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. 2 പ്രിലിംസ് പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിന്റെ സിലബസ് എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പേപ്പറിലും ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാവും. നമ്മുടെ PSCയുടെ ട്രഡീഷണൽ സ്വഭാവത്തിലുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു പക്ഷേ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നൈജീരിയയുടെ ക്യാപിറ്റൽ ഏതാണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് മുൻകാലങ്ങളിൽ PSCയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. നമ്മൾ കാണാണ്ട് പഠിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പോ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തുകൊണ്ട്, അതായത് ഒരാൾ കാണാണ്ട് പഠിച്ചില്ലെങ്കിൽ തന്നെ അയാൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് 2 or 3 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് നൽകും. അതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റായത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ KS എക്സാം മുതൽ PSC അഡോപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. 2020 KS എക്സാമിൽ ഒരു 30 to 40% നമുക്ക് റെഗുലർ PSC പോലെ തന്നെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേപ്പർ 1 നമ്മുടെ പൊളിറ്റിക്സ് ഉള്ള പേപ്പറിൽ, പ്രിലിംസ് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഏത് സൗത്ത് ഇന്ത്യൻ റൂളറാണ് ട്രീ ഓഫ് ലിബർട്ടി പ്ലാൻ ചെയ്തത്? അതായത് ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു ട്രീ ഒരു സൗത്ത് ഇന്ത്യൻ റൂൾ പ്ലാൻ ചെയ്തു, അത് ആരാണെന്നൊരു സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ നമുക്ക് അതിന്റെ ഉത്തരം ടിപ്പു സുൽത്താൻ ആണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ ആണ് ട്രീ ഓഫ് ലിബർട്ടി പ്ലാൻ ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഗസ് വർക്ക് അവിടെ അപ്ലിക്കബിൾ അല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി പഠിച്ചു വരുമ്പോൾ, ടിപ്പു സുൽത്താനെ കുറിച്ച് വായിച്ചു വരുമ്പോൾ നമ്മൾ ട്രീ ഓഫ് ലിബർട്ടി നമ്മുടെ മുമ്പിൽ വരും. ഫ്രഞ്ച് റെവല്യൂഷനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ കർണാടകയിൽ സ്ഥാപിച്ചതാണ് ട്രീ ഓഫ് ലിബർട്ടി. അപ്പോ അത്തരത്തിൽ ചില ക്വസ്റ്റ്യൻസ് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മുടെ മുന്നോട്ടുള്ള വായനയിലൂടെ നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും. ഇപ്പൊ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ ഓരോ വ്യക്തിത്വങ്ങളെയും അതല്ലെങ്കിൽ ഓരോ ഇവന്റ്സിനെയും പഠിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ വാട്ട്, വേർ, ഹൗ, വെൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യ, അതിനുശേഷം മോഡേൺ ഇന്ത്യയിലൊക്കെ ഫ്രീഡം സ്ട്രഗിളും ഒപ്പം നമ്മുടെ റൂളേഴ്സിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വരുമ്പോൾ ടിപ്പു സുൽത്താന്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദാഹരണം പഠിക്കുന്ന രീതി പറയുകയാണെങ്കിൽ, ഇതേ ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ ഏത് റീജിയണിലെ റൂളർ ആയിരുന്നു, ടിപ്പു സുൽത്താന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതായത് ടിപ്പു സുൽത്താൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, ആ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ എതിരാളികൾ ആരൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് ടിപ്പു സുൽത്താന്റെ അച്ചീവ്മെന്റ്സ്, എങ്ങനെയാണ് ടിപ്പു സുൽത്താന്റെ വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്, ആ കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ ആ കാലത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു. അപ്പോ ഈ ഞാൻ 4-5 പോയിന്റ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഈ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ട്രീ ഓഫ് ലിബർട്ടി സ്വാഭാവികമായിട്ട് വരും. പ്രിലിംസിൽ ഈ ഒരു ട്രീ ഓഫ് ലിബർട്ടി ആരാണ് പ്ലാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ടിപ്പു സുൽത്താൻ ആണെന്ന് സംശയമില്ലാതെ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഇനി മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ വാട്ട് വർ ദ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സ് ഓഫ് ടിപ്പു സുൽത്താൻ, അതല്ലെങ്കിൽ ബ്രീഫ്ലി ഇലാബറേറ്റ് ദ റെയിൻ ഓഫ് ടിപ്പു സുൽത്താൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിപ്പു സുൽത്താനെ കുറിച്ച് അറിയാം. അപ്പൊ നമുക്ക് മെയിൻസ് എക്സാമിൽ പോയിന്റ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ചോദിക്കുന്ന അതേ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിക്കുന്ന രീതി ഇത്തരത്തിലായിരിക്കണം. നമ്മളൊരു കണ്ണടച്ച് കാണാതെ പഠിക്കുക എന്നതിന് പകരം ഒരു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്, പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ ഏതൊക്കെയാണ്,
ഐ മീൻ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതിനു ശേഷം ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്, അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ, അത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലായിരുന്നു, ആര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മാറ്റങ്ങൾ വന്നത്, പിന്നെ മറ്റെന്തെങ്കിലും ജഡ്ജ്മെന്റ്സിന്റെ ഭാഗമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പഠിച്ചു വരുമ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയം മുതൽ 2025 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ചേഞ്ചസും നമ്മൾ കവർ ചെയ്തു വരും. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? എനിക്കൊരു കോൾ. ഓക്കെ, ഫൈൻ. അപ്പൊ ഒരു ഹോളിസ്റ്റിക് പഠനമാണ് അവിടെ ആവശ്യം. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഈ അതിന്റെ ഹിസ്റ്ററി, അതിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, അതിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് പഠിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രിലിംസിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ, ഇപ്പോ 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിരുന്നു, ഞാൻ അതിനെ കുറിച്ച് പറയാം. 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണാതെ എഴുതുക, ഐ മീൻ ലൈക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. കാരണം PSCയുടെ ഒരു നേച്ചർ അതാണ്. PSC കാലം അത്രയും വന്നിരുന്ന ഒരു പാറ്റേൺ കുറച്ചൊക്കെ കാണാണ്ട് പഠിക്കുക എന്നുള്ളൊരു നേച്ചർ ഉണ്ട്. അപ്പൊ ഒറ്റയടിക്ക് തന്നെ അത് ഫുൾ ആയിട്ട് PSC വിട്ട് ഫുൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്കൊന്നും വരില്ല. കുറച്ചൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ സ്വാഭാവികമായിട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പതിയും. അപ്പൊ 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതുക എന്ന് പറയാം. മെയിൻസിൽ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്ന രീതിയിൽ ചോദ്യം വരാം. അപ്പൊ നിങ്ങൾക്ക് ഈ പഠനം നടത്തുമ്പോൾ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ പ്രിലിംസിനെയും മെയിൻസിനെയും നിങ്ങൾക്ക് ഒരുപോലെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ സിലബസ് അനുസരിച്ച് ഓരോ ദിവസവും ടൈം ടേബിൾ ആയിട്ട് ഒരു പഠനം ക്രമീകരിക്കുക. ഞാൻ ഈ ദിവസം കൊണ്ട് ഞാൻ ഈ സിലബസിന്റെ ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യും. കവർ ചെയ്യുന്നതിനോടൊപ്പം, ആ ടോപ്പിക് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരുപാട് മോക്ക് എക്സാമുകൾ ലഭിക്കും. ചിലപ്പോൾ ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് തന്നെ മോക്ക് എക്സാം ലഭിക്കും. അതായത് ഇപ്പൊ പൊളിറ്റിക്കൽ ഇന്ത്യൻ പേപ്പർ 1 KS പേപ്പർ 1ന്റെ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് മോക്ക് എക്സാം ലഭിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പൊളിറ്റിക്സ് എന്ന ടോപ്പിക്കിന്റെ ബേസിൽ മാത്രം ക്വസ്റ്റ്യൻസ് ഒരു 100 മാർക്കിന്റെ ചോദ്യപേപ്പർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജസ് ആണെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു ടെസ്റ്റ് എങ്കിലും എടുക്കുക. നിങ്ങളൊരു ടോപ്പിക് കവർ ചെയ്ത് കഴിയുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ ഏതൊക്കെ മേഖലയിലാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എവിടേക്കാണ് മാർക്ക് സ്കോർ ചെയ്തതെന്ന് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോക്ക് എക്സാം എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില ടോപ്പിക്കുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻ വന്ന പാറ്റേൺ, ആ ഒരു ടോപ്പിക്കിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് അത്ര വന്നിട്ടില്ല. അപ്പൊ ഒന്ന് കറക്കി തിരിച്ചൊന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താന്ന് വെച്ചാൽ, ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ആ ടോപ്പിക് ഒന്നും കൂടി വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും. അപ്പോ എങ്ങനെ തിരിച്ചു മറിച്ചും ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് എങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഉത്തരം എഴുതാൻ പറ്റും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഓരോ ഈ മോക്ക് എക്സാം എഴുതുക. പിന്നെ നിങ്ങൾ 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അപ്പൊ ആ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് PSC ചോദിക്കുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു കണ്ണോട് കൂടിയിട്ടായിരിക്കും വായിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോ പല ഏരിയകളിലും ഇപ്പൊ സിലബസിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഓരോ വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. മാക്സിമം ഒരു കാര്യം പറയാനുള്ള, ഇന്റർനെറ്റ് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു വേർഡ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട്, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പോ PSC സിലബസിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യങ്ങൾ അവർക്ക് അത് ഇടണം. അപ്പൊ അതിനുവേണ്ടി അവർ ചിലപ്പോൾ ബേസിക് ആയിട്ട് വെറുതെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഹൂ ഇസ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുവരെ ചോദിച്ചേക്കാം. അത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ UPSC എന്നോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ബേസിക്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വരുന്ന 1-2 ആർട്ടിക്കിൾസ് ഒന്ന് വായിച്ചു നോക്കുക. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ബുക്കൊന്നും തെരഞ്ഞു പോകേണ്ട കാര്യമില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കോർ ടോപ്പിക്സ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ഇതിനൊക്കെ നമ്മൾ ഡെപ്തിൽ തന്നെ പഠിച്ചു പോകണം.
അതിന്റെ കോർ റിസോഴ്സ് മെറ്റീരിയൽസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത്, നിങ്ങൾ വളരെ ഡെപ്തിൽ തന്നെ ലക്ഷ്മികാന്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും വായിച്ചു പോവുക. കാരണം അത് ഒന്നോ രണ്ടോ തവണ റിവൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. പൊളിറ്റിക്സിന്റെ ഒക്കെ ഏത് രീതിയിലുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ വന്നാലും കവർ ചെയ്യാൻ ഈ ലക്ഷ്മികാന്ത് പഠനം സഹായിക്കും. അതുപോലെ തന്നെ ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും അതിന്റെ ഐഡിയ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. സംശയം ഉണ്ടാവാത്ത രീതിയിൽ ഇപ്പോൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്നെല്ലാം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ പ്രിലിംസിൽ നിങ്ങൾ അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു നേരത്തെ പറഞ്ഞ ട്രീ ഓഫ് ലിബർട്ടി ആരാണ് പ്ലാൻ ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ശരി എന്നൊരു ക്വസ്റ്റ്യൻ. അതിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഓൺലി നൈട്രജൻ ആൻഡ് ഓക്സിജൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. അപ്പോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അവിടെ ഒരു ഹിന്റ് ആണ്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ അകത്ത് നൈട്രജനും ഓക്സിജനും ഓൺലി നൈട്രജൻ ആൻഡ് ഓക്സിജൻ മാത്രം ഉള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വളരെയധികം വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, വൈഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഓൺലി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചേർത്തുകൊണ്ട് അത് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളപ്പോ ഓരോ സ്റ്റേറ്റ്മെന്റിലും ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓൺലി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒരു 2-3 വായിച്ചു നോക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആസ് അപ്ലിക്കേഷൻസ് ഓൺലി ഇൻ IT സെക്ടർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ് ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംഭവമാണ് നമുക്കറിയാം. അപ്പോൾ ഓൺലി IT സെക്ടറിൽ മാത്രമാണ് അതിന് അപ്ലിക്കേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടാത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഉത്തരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ പ്രോസസ്സ് എളുപ്പമായി. അപ്പോൾ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ എലിമിനേഷൻ സ്ട്രാറ്റജി, പിന്നെ ഇത്തരത്തിലുള്ള റോട്ടൻ ടൊമാറ്റോസ് എന്ന് പറയും. അതായത് നമുക്കൊരു ഹിന്റ് ആണ് ഇത്തരത്തിലുള്ള ഓൺലി അതല്ലെങ്കിൽ ഓൾ ഒരു വൈഡ് ആംഗിൾ കവർ ചെയ്യുന്ന ചില വേർഡ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പ്രിലിംസ് എക്സാം എഴുതുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ പറയാം. ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ആണ് പ്രിലിംസിലുള്ളതെന്ന് പറഞ്ഞു. കേസ് എക്സാം 2 പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പൊ പലരും 100-ൽ 50-60 ക്വസ്റ്റ്യൻ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. ഹലോ, ഓഡിബിൾ അല്ലേ? മെസ്സേജ് ഉണ്ട് നോട്ട് ഓഡിബിൾ. ഓഡിബിൾ ആണല്ലോ. ഓക്കെ, എന്തെങ്കിലും സ്പീക്കർ ഇഷ്യൂ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 50-60 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യും. ഇപ്പോഴും PSC എക്സാം കുറെ കാലമായിട്ട് എഴുതുന്ന ആൾക്കാരെ കൂടി സ്റ്റിൽ 50 ക്വസ്റ്റ്യൻ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം എഴുതുന്ന ഒരാൾ ചെയ്യുന്ന ഏറ്റവും ബേസിക് മിസ്റ്റേക്ക് ആണ് അറ്റംപ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പഠനം നടത്തി കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഇപ്പൊ മാർച്ച് ആയിട്ടുള്ളൂ, ജൂലൈ വരെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ടൈം ടേബിൾ ആയിട്ട് സ്റ്റഡി നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 100 ക്വസ്റ്റ്യനിൽ 60 ക്വസ്റ്റ്യൻ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തു, ശരി. ബാക്കി 40 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോ ആ 40 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇക്കാലം അത്രയും പഠിച്ച കാര്യങ്ങളിലെ പല അപ്ലിക്കേഷൻസും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നിങ്ങൾ അതിനെ വെറുതെ വിട്ട് കളയരുത്. ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരുന്ന സമയത്തെല്ലാം ഞാൻ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 90-ന് മുകളിൽ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ KS എക്സാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200-ൽ 100-ന് മുകളിൽ മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു, കംഫർട്ടബിൾ എനിക്ക് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. 110 സംതിങ് ആയിരുന്നു എന്റെ സ്കോർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതായത് ഞാൻ ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് 100-ൽ വരുമ്പോൾ 90-ന് മുകളിൽ എന്തായാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോ
100 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യൻ ഒരാൾ അറ്റൻഡ് ചെയ്തു, ഞാൻ 95 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതായത് അയാളേക്കാൾ 15 ക്വസ്റ്റ്യൻ ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ പഠനം നടത്തിയ ഒരാൾ എന്ന നിലയിൽ കുറച്ചൊക്കെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ആ ക്വസ്റ്റ്യൻ കുറെ മോക്ക് എക്സാമുകൾ എഴുതിയ ഒരാളെന്ന നിലയിൽ ഞാൻ അഡീഷണൽ ചെയ്യുന്ന ഈ 15 ക്വസ്റ്റ്യനിൽ എനിക്കൊരു 5 എണ്ണം ശരിയായ തന്നെ നെറ്റ് എഫക്ട് പോസിറ്റീവ് ആണ്, നെറ്റ് മാർക്ക് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ പോസിറ്റീവ്, അതായത് 15ൽ ഇപ്പോ നെഗറ്റീവ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു അഡീഷണൽ 15 എണ്ണം ചെയ്യുമ്പോൾ 5 എണ്ണം മാത്രമെങ്കിലും ശരിയായാൽ മതി, 10 എണ്ണം തെറ്റിയാലും കുഴപ്പമില്ല. 5 എണ്ണം ശരിയായി തന്നെ നിങ്ങൾ നെറ്റ് ഇഫക്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അറ്റംപ്റ്റ് കുറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും 60 വെച്ച് നിർത്തരുത്, നിങ്ങൾ അറ്റംപ്റ്റ് കൂട്ടുക. നിങ്ങൾ കാരണം എന്തായാലും 60 എണ്ണം ശരിയാവുമെന്ന് നമുക്ക് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം PSC ആണ് എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ഒന്നും ആയിരിക്കില്ല വരിക. ഓപ്ഷൻസിൽ പല രീതിയിൽ ഇപ്പോ ഒരു ഡിഫക്റ്റ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ചില കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. അതായത് ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ആണെങ്കിൽ അമെന്റ്മെന്റ്സ്, ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ള അമെന്റ്മെന്റ്സ്, ഈ അമെന്റ്മെന്റിൽ എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ അറിയണം. പിന്നെ ഫോർ എക്സാമ്പിൾ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. കഴിഞ്ഞ പ്രിലിംസിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ റെസിഡ്യൂറി പവേഴ്സ് ആരുടെ കയ്യിലാണെന്നുള്ളത്. അപ്പൊ സെന്ററിന്റെ കയ്യിലാണോ സ്റ്റേറ്റിന്റെ കയ്യിലാണോ, അത് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മാനേജ് ചെയ്യുന്നത്? അല്ല, സെന്ററിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് അറിയണം, അവരുടെ ഫോർമേഷൻ ഏത് വർഷമായിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് പഠിച്ചു വരുമ്പോൾ പ്രിലിംസിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, നേരത്തെ ശ്രീധരമേനോൻ കേരള ഹിസ്റ്ററി പറഞ്ഞു. ഞാൻ ആക്ച്വലി ആ ബുക്ക് കണ്ടിട്ടുകൂടിയില്ല എന്റെ പ്രിപ്പറേഷൻ ലൈഫിൽ. കാരണം അത് വലിയ ബുക്കാണെന്ന് എനിക്ക് അറിയാം. കാരണം ഞാൻ ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞപ്പോ ടച്ച് ചെയ്ത് വെറുതെ ഞാൻ എന്റെ സമയം കളയുള്ളതിനെ പഠിച്ച് റിവൈസ് ചെയ്യാൻ ടൈമില്ല. ഞാൻ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനറൽ ഇന്ത്യൻ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ കേരള റിനൈസൻസ് പീരീഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നവോത്ഥാന നായകരുടെ അച്ചീവ്മെന്റ്സ് എല്ലാം. ഞാൻ ആക്ച്വലി അതിന്റെ കുറച്ച് ഫാക്ച്വൽ നോളജ് ആവശ്യമായിരുന്നു. ഞാൻ നേരെ വിക്കിപീഡിയയിലേക്കാണ് പോയത്. വിക്കിപീഡിയയിൽ നല്ലൊരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെ അത് ഉണ്ട്, കേരള റിനൈസൻസ് പീരീഡിനെ കുറിച്ചും എല്ലാ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചും വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള മൂവ്മെന്റ്സ് എന്താണ്, അവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, അവരുടെ പബ്ലിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു, അവരുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു, അവരുടെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുണ്ട്. ഇയറുകൾ ഉണ്ട്, ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു, അവരുടെ പബ്ലിക്കേഷൻസ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പൊ ഞാൻ അത് വായിച്ചു നോക്കി. വിക്കിപീഡിയ തന്നെ വേണമെന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ സോഴ്സുകൾ ഉപയോഗിക്കാം. ഞാൻ വിക്കിപീഡിയ ഫോളോ ചെയ്ത് ഞാൻ അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി. ഞാനായിട്ട് വളരെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. ഈ റിഫോം ലീഡർ ഇങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ആളുടെ പേര് ഇപ്പൊ ശ്രീനാരായണ ഗുരു സെലക്ട് ചെയ്തു. ഏത് ഇയറിലാണ് ജനിച്ചത്, ഏത് ഇയറിലാണ് ഡെത്ത് സംഭവിച്ചത്, അതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് പബ്ലിക്കേഷൻസ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളത്, എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് നടത്തിയത്, ആ മൂവ്മെന്റ്സ് ഏത് വർഷങ്ങളിലാണ് നടന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കേരള സമൂഹത്തിൽ ഉണ്ടായത് തുടങ്ങിയ രീതിയിൽ ഒരു ജസ്റ്റ് 1 പേജ്, ഹാഫ് പേജ് ഒരു നോട്ട് എന്റേതായ രീതിയിൽ ഉണ്ടാക്കി. അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കിയുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ തലേന്ന് അതൊന്ന് ഓടിച്ചുവിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായാലും ബെനിഫിറ്റ് ചെയ്യും. അതൊരു നാച്ചുറൽ ലോ എന്ന് തന്നെ പറയാം. നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ അതിന്റെ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സില്ലി മിസ്റ്റേക്ക് വരുത്തുന്നത് ഒഴിവാവും. ജസ്റ്റ് ഒരു വായന മാത്രം നടത്തിയിട്ടുള്ളതിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് കിട്ടുക നിങ്ങൾ വായിച്ച കാര്യം എവിടെയെങ്കിലും നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ വായിച്ച കാര്യം തന്നെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് അത് തറവാവും. അപ്പൊ കേരള റിനൈസൻസ് ഞാനൊരു ഓർത്തപ്പോ എക്സാമ്പിൾ പറഞ്ഞാണ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട സോഴ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒതന്റിക് സോഴ്സുകളായിട്ട് കേരള ടോപ്പിക്സിനെ കുറിച്ച് പഠിക്കാൻ സോഴ്സുകൾ കുറവുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കേരള മിനിസ്ട്രി, കേരളത്തിൽ ഓരോ മിനിസ്ട്രികളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഹോം മിനിസ്ട്രി, അതല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ്സിന് സൈറ്റ് ഉണ്ട്. അപ്പോൾ ടൂറിസം മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് ഉണ്ടാവും. അതെല്ലാം ആ വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുക. ആ വെബ്സൈറ്റുകളിലൊക്കെ ആ മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ ഉണ്ടാവും. ആ സ്കീമുകളുടെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഉണ്ടാവും. ആ സ്കീമുകളുടെ ബേസിക് അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അതിലുണ്ടാവും, വ്യക്തമായിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഒരു പ്രവാസി ടോപ്പിക്സ്, അപ്പൊ ആക്ച്വലി പ്രവാസികളെ കുറിച്ചൊരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മുടെ സിലബസിൽ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ നമ്മുടെ കേരള ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള സ്കീമുകൾ എന്തൊക്കെയാണ്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായന നടത്തിയാൽ തന്നെ നിങ്ങളുടെ മനസ്സിലത് പതിയും. പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നിയമസഭ, നമ്മുടെ കേരള നിയമസഭയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ വളരെ ഒത്തന്റിക് ആയിട്ട് കേരള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ വന്നത് എന്റെ ഓർമ്മ. അപ്പൊ അതെല്ലാം അപ്പൊ നിങ്ങൾക്ക് ഏത് മിനിസ്റ്റർ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ പാർട്ടികളിൽ ചേർന്നിട്ടുള്ള ഭരണകക്ഷികളായിരുന്നു ആ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നിയമസഭയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹിസ്റ്ററി അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനൊക്കെ പറ്റും. ഓടിച്ചു വിട്ട് നോക്കി നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാം, അതിൽ വീണ്ടും ഒന്നുകൂടി ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ വെബ്സൈറ്റുകളൊക്കെ ഒരു തവണയെങ്കിലും സന്ദർശിക്കണം ഈ പ്രിപ്പറേഷന്റെ ഇടയിൽ. അപ്പൊ അവിടെ കാരണം നമ്മുടെ ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതായത് ഗവൺമെന്റിനെ കുറിച്ച് അറിയിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് വെബ്സൈറ്റിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് PSC ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ പ്രിലിംസ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ മെയിൻസിലേക്ക് കടന്നു വരുമ്പോൾ മെയിൻസ് എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ആൻസർ എഴുതുന്നത്. അപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ ക്വസ്റ്റ്യൻസിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്പേസ് തന്നിട്ടുണ്ടാവും. ഒരു ലൈൻ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി എന്ന് വെച്ചാൽ ലൈൻ ഇട്ട് തന്നിരുന്നു. അതായത് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു, ആ ക്വസ്റ്റ്യന് ശേഷം ഒരു 4-5 വരി എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് ഉത്തരം എഴുതാനുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. സിവിൽ സർവീസ് എക്സാമിന്റെ മെയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുള്ള ആളാണ്, അപ്പൊ പാസ്സായിട്ടുള്ള ആളാണ് സിവിൽ സർവീസ് എക്സാം മെയിൻസ്. അതെന്ന് വെച്ചാൽ നമുക്ക് കഴുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും സിവിൽ സർവീസ് മെയിൻസ്. പക്ഷെ KS മെയിൻസിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആലോചിക്കാൻ സമയമുണ്ട്. നമുക്ക് മനസ്സിലൊരു ആൻസർ സ്ട്രക്ചർ ചെയ്തിട്ട് ആ ആൻസർ ഈ പേപ്പറിലേക്ക് എഴുതാനുള്ള ടൈം കിട്ടും. കാരണം ആ ലേ ഔട്ടിൽ ആക്ച്വലി സ്പേസ് തന്നിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വാരി വലിച്ച് എഴുതാനുള്ള സമയമില്ല, സ്പേസും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന 5-6 ലൈനിലേക്ക് കൃത്യമായി ഉത്തരം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം എഴുതി തുടങ്ങാൻ ചിന്തിക്കാനുള്ള ടൈം കിട്ടുകയും ചെയ്യും. അപ്പോ ചില ക്വസ്റ്റ്യൻ 3 മാർക്കും 5 മാർക്കും ആയിരുന്നു മെയിൻസ് എക്സാമിന് ലാസ്റ്റ് നടന്ന KS എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പോ 3 മാർക്കിൻ്റെതാണെങ്കിൽ ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്നത് എന്തായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മെയിൻസിൽ. അപ്പോ അതിനൊരു 5-6 ലൈനേ ഉള്ളൂ. നിങ്ങളപ്പോ അതിനെക്കുറിച്ച് വളരെ കത്തി എഴുതുന്ന പോലെ എന്തെങ്കിലും കുറെ വാരി വലിച്ച് എഴുതാൻ കഴിഞ്ഞാൽ സ്പേസ് പോവും, ചോദിച്ച ക്വസ്റ്റ്യനുള്ള ഉത്തരട്ട് വന്നൂല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലൈനർ ഒരു 3 ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ബോഡി ഉണ്ടാവണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്പേസ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1 ലൈനർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഈ വർഷം ഫോം ചെയ്തു. അത് അറിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ സ്ട്രേറ്റ് അവേ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട ഒന്നുമില്ല. ആ തന്നിരിക്കുന്ന സ്പേസിൽ ഒരു വരയിടുക, ഒരു സൈഡിൽ പ്ലാനിംഗ് കമ്മീഷൻ, ഒരു സൈഡിൽ നീതി ആയോഗ് എന്ന് എഴുതുക. അതല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളൊരു ബുള്ളറ്റ് പോയിന്റ്സ് തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഇതാണ് ചെയ്തിരുന്നത്, നീതി ആയോഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, പ്ലാനിംഗ് കമ്മീഷന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, നീതി ആയോഗിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആ ഡിഫറൻസ് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഒരുപാട് സ്ഥലം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നീതി ആയോഗിനെ കുറിച്ച് കൊടുക്കാം. അവിടെ ഒരു സബ് ഹെഡിങ് ആയിട്ട് ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് സബ് ഹെഡിങ്ങിന്റെ അതായത് ആ ഡിഫറൻസസുകൾ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതി പ്രസന്റ് ചെയ്യാം. എന്നിട്ട് ഒരു കൺക്ലൂഡിങ് റിമാർക്കും കൊടുക്കാം. അത് കുറെ സ്പേസ് ഉണ്ടെങ്കിൽ. കുറച്ച് സ്പേസ് ഉള്ളതെങ്കിൽ നിങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് ചോദിച്ചത് എന്താണോ അതങ്ങ് എഴുതി വെക്കാം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് എല്ലാം മെയിൻസിൽ വളരെ വെയ്ഗ് ആയിട്ടുള്ള, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്കൊരു ഓർമ്മയുണ്ട്, എക്സൺ വാൾഡസ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിനെ കുറിച്ച് എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിപ്പോ ആർക്കും തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫിസിക്കൽ രീതിയിലോ അതല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ എക്സൺ എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഇൻഡസ്ട്രിയുള്ള കമ്പനിയാന്ന് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എക്സൺ വാൾഡസ് എന്ന് പറഞ്ഞപ്പോ ഞാനത് എന്താ പറയുക, ഒരു ഓയിൽ സ്പിൽ ആയിരിക്കും എന്നൊരു ഊഹത്തിൽ അതിനെക്കുറിച്ച് എഴുതി. ഇംപ്ലിക്കേഷൻസ് ചോദിക്കുമ്പോൾ കടലിൽ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായി, അപ്പൊ അതിന്റെ ബേസിൽ അവിടെ ഇങ്ങനെയൊക്കെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമുക്ക് ആലോചിച്ചറിയാലോ. ആ രീതിയിൽ ഉത്തരം എഴുതി. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ അത് എക്സൺ വാൾഡസ് ഒരു കടലിൽ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായതാണെന്ന്
ആണ് സംഭവം. അപ്പൊ ആ രീതിയിൽ ചില വേഗ് ക്വസ്റ്റ്യൻസ് വരും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഒരു ആൻസർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ചില ഇംപ്ലിക്കേഷൻസ് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെയിലി ലൈഫിലെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഇപ്പോ നമ്മുടെ ടെക്നോളജിക്കൽ സെക്ടർ, സോഷ്യൽ സെക്ടർ, അവിടേക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ബുള്ളറ്റ് പോയിന്റ്സിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലും ഒന്ന് ഭംഗിയാക്കുക. വളരെ വൃത്തിയേടായ രീതിയിൽ എഴുതി വെക്കാതെ ഭംഗിയായിട്ട് എഴുതി സെന്റൻസുകൾ ആ തന്നിരിക്കുന്ന സ്പേസിൽ ഭംഗിയായിട്ട് എഴുതി മെയിൻ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം മെയിൻസ് എക്സാമിൽ. പിന്നെ ഇന്റർവ്യൂ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങൾ വളരെ ബോൾഡായിട്ട് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രിസൈസ് ആയി മറുപടി കൊടുക്കുക, ടെൻഷൻ അടിക്കാതെ എന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ സ്റ്റേജ് ക്ലിയർ ആവും. അപ്പൊ ഇതൊക്കെയാണ് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂവിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് തന്നെ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ പഠിച്ച് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി എക്സാം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് റെഗുലർലി എഴുതുക. എക്സാമിനോട് അടുത്ത് വരുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. പിന്നെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്ത സെഷനിലേക്ക് കടക്കാൻ ഇന്ററാക്ഷൻ ആണെങ്കിൽ അങ്ങനെ. സർ നമുക്കിതില് ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ഇതിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ്, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് ഇപ്പോൾ. സർ ഓരോ സ്ട്രീമിലും വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കുമോ? എങ്ങനെയാണ്? അജയ്, ഞാനത് എടുക്കാം. ഓക്കെ. വ്യത്യസ്ത ചോദ്യങ്ങളല്ല, കഴിഞ്ഞ പ്രാവശ്യം കോമൺ ആയിരുന്നു ഞാൻ മനസ്സിലാക്കണം പ്രിലിംസ്. പക്ഷെ മെയിൻസിന്റെ വേറൊരു ചെറിയ കേസ് വന്നതുകൊണ്ട് സ്ട്രീം 3ക്ക് വേറെ എക്സാം ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അത് മാത്രം. അപ്പൊ അല്ലാണ്ട് ഒരു കോമൺ പേപ്പർ ആണ്. അത് ഈ വർഷം കോമൺ ആയിട്ട് തന്നെ വരുള്ളൂ. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും കോമൺ ആയിട്ടേ വരുള്ളൂ. ഒരേ ചോദ്യങ്ങൾ തന്നെ ഒരേ സമയത്ത്. താങ്ക് യു സർ. നിലവിൽ അപേക്ഷാ സമയം ആയിട്ടുണ്ട് അല്ലേ? കേസിന്റെ എക്സാം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങില് പ്രിലിംസ് അങ്ങനല്ലേ പറഞ്ഞത്? അതെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കിപ്പോ PSC സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നറിയോ? അത് മുനീർ സാർ പറഞ്ഞോട്ടെ ഇവിടെ നല്ലത്. മുനീർ സാർ പറഞ്ഞതല്ലോ തുടക്കത്തിൽ തന്നെ അതിനെ പറ്റിയിട്ട്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക നല്ലത്. ഹലോ സർ. ഹലോ, കേൾക്കാമല്ലോ സർ? പറഞ്ഞോളൂ. സാർ, ഈ മെയിനിലേക്ക് വരുമ്പോൾ ഈ സ്പെഷ്യൽ കട്ട് ഓഫിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഓരോ ഏരിയയ്ക്കും കട്ട് ഓഫ് അങ്ങനെ. സ്പെഷ്യൽ കട്ട് ഓഫ് ഉദ്ദേശം എന്താണ്? പ്രത്യേക വിഭാഗത്തിലുള്ള കട്ട് ഓഫ് ആണോ ഉദ്ദേശിച്ചത്? അതെ, ഇപ്പൊ രാവിലെയും വൈകിട്ടും ഉള്ള എക്സ്പെരിമെന്റ് രണ്ട് പ്രത്യേകം കട്ട് ഓഫ് ആയിരുന്നു എന്നുള്ള ഒരു സംശയം സർ. രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന 2 ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ. അല്ല, മെയിൻസ് 3 പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അതാ മെയിൻസ് ആണോ പ്രിലിംസ്? മെയിൻസില്. ഓക്കെ, അല്ല അതിന്റെ വിഷയത്തിൽ ഒന്നും കൂടി അത് നോക്കണം. കാരണം മെയിൻ പേപ്പറിൽ മിനിമം മാർക്ക് ഓരോ പേപ്പറിലും വെക്കാറുണ്ട്, പിന്നെ ടോട്ടൽ ആയിട്ടും വെക്കാറുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോ തവണ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ അത് ആ പെർസെന്റേജ് നോക്കണം. ഞാനിപ്പോ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് എക്സാക്ട്ലി പെർസെന്റേജ് നോക്കാൻ പറ്റിയിട്ടില്ല. അജിത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തായിരുന്നു ഓരോ മെയിൻസ് എക്സാം? പേപ്പർ വൈസ് കട്ട് ഓഫ് ആണ് ചോദിക്കുന്നത്. പേപ്പർ വൈസ് കട്ട് ഓഫ് സംഭവം എനിക്ക് ഉറപ്പില്ല, അതൊന്നും നോക്കേണ്ടി വരും. നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. പേപ്പർ വൈസ് കട്ട് ഓഫ് എന്തായാലും സ്കോർ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാന്നുള്ളതാണല്ലോ. 3 പേപ്പറിന്റെയും
കമ്പൈൽഡ് സ്കോർ ആണ് എടുക്കുക. കട്ട് ഓഫ് മിനിമം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ സാർ. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മെയിനിൽ ചില ഭാഗങ്ങൾ സിലബസ് തന്നിരുന്നെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചില്ല. ഫോർ എക്സാമ്പിൾ ജോഗ്രഫി നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു, പക്ഷെ ജോഗ്രഫിയിൽ നിന്ന് വളരെ കുറച്ച് ഭാഗങ്ങളെ ചോദ്യങ്ങൾ വന്നുള്ളൂ മെയിനിലേക്ക് വന്നത്. അല്ലെങ്കിൽ മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നും അത്ര വലിയ ചോദ്യങ്ങളൊന്നും വന്നില്ല. കൂടുതലും എന്താണ് എക്കണോമിക്സിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത് ചില. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ട്രോങ് അല്ലാത്ത ഏരിയ നമ്മൾ ഒഴിവാക്കുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കുമോ? അല്ല അല്ല, സിലബസ് തന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾ വൺസ് എങ്കിലും കവർ ചെയ്ത് പോകണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കോർ ആയിട്ടുള്ള ടോപ്പിക്സ് ഈ പറഞ്ഞ ജോഗ്രഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി ടോപ്പിക്സിൽ കുറച്ചും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. നിങ്ങളൊന്നും ഉപേക്ഷിക്കരുത്, എല്ലാത്തിനെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകണം. മൈനർ ടോപ്പിക്സുകൾ നിങ്ങളൊരു വൺ ടൈം റീഡ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നടത്തി വെച്ചാൽ മതി. പക്ഷെ കോർ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. കഴിഞ്ഞ ജോഗ്രഫി കുറവാണ് വന്നു എന്ന് വെച്ചിട്ട് ഉപേക്ഷിക്കരുത്, കാരണം അത് കോർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, തീർച്ചയായും ക്വസ്റ്റ്യൻ വരും. ബ്രിജേഷ് സാർ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രീം 2-ൽ അപ്ലൈ ചെയ്യുമ്പോൾ കൺട്രോളിംഗ് ഓഫീസറുടെ ഇത് വേണമെന്നുണ്ടല്ലോ. എയ്ഡഡ് സ്കൂളിൽ കൺട്രോളിംഗ് ഓഫീസറായിട്ട് HM ആണോ അതോ AEO, മാനേജർ, അങ്ങനെ ആരാണ് സാർ അത്? അതെ, ഈ വിഷയത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് ആദ്യം. അത് എയ്ഡഡ് സ്കൂളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് സ്റ്റാഫിന്റെ പരിധിയിൽ വരുമോ എന്നൊരു ക്ലാരിഫിക്കേഷൻ അത് കിട്ടണം ആദ്യം. ഓക്കെ, കാരണം ഇതൊരു സ്പെസിഫിക് കേസാണ്. നിങ്ങൾ സ്ട്രീം 2 ആണോ സ്ട്രീം 1 ആണോ വരുമെന്ന് ആദ്യം പരിശോധിക്കേണ്ടി വരും. സ്ട്രീം 2 ആണ് സാർ. അത് പ്രൊബേഷൻ ക്ലാരിഫൈ കംപ്ലീറ്റ് ചെയ്തവർക്ക് 2 വർഷം പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ആവാന്നുള്ളത് കൊണ്ട് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എയ്ഡഡ് സ്കൂൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ, ഇല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അല്ല, എനിക്കറിയില്ല എയ്ഡഡിന്റെ അധ്യാപകരുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും കൺട്രോളിംഗ് ഓഫീസർ അവിടെ ഒരു ഡൗട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എയ്ഡഡ് മേഖല എന്ന് വരുമ്പോ HMന് കഴിയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രൈമറി ആണെങ്കിൽ AO അല്ലെങ്കിൽ DO വഴി ഒരു ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ കൺട്രോളിംഗ് ഓഫീസർ നിലയ്ക്ക്. ഓക്കെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. അതിനെ പറ്റിയിട്ട് എന്തായാലും അത് ഒരു ഗവൺമെന്റ് സർവന്റ് അത് ചെയ്യേണ്ടി വരും, സർട്ടിഫൈ ചെയ്യേണ്ടി വരും. അത് പ്രൈമറി ആണെങ്കിൽ AO അല്ലെങ്കിൽ DO ചെയ്യേണ്ടി വരും, ഞാൻ മനസ്സിലാക്കണം ഇപ്പോ. അല്ല, ഇത് ക്ലാരിഫൈ ചെയ്യാൻ ആരെ കോൺടാക്ട് ചെയ്യണം സാർ? PSC കോൺടാക്ട് ചെയ്താൽ മതിയോ? PSC കോൺടാക്ട് ചെയ്യണം. PSC അതാണ് അവരെ ക്ലാരിഫൈ ചെയ്യണം. അത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില സർവീസിന് അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈവൻ ഒരു ഇതിലേക്ക് പോയത്, ഒരു കേസിലേക്ക് വരെ പോയത്. എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം 7 അധ്യാപകർ ആരെങ്കിലും ഇതേപോലെ സ്ട്രീമിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. എനിക്കറിയില്ല, അത് എനിക്ക് തന്നെ ഡൗട്ടുള്ള ഏരിയയാണ് ശരിക്കും പറഞ്ഞാല്. ഓക്കെ, അപ്പോ അത് നോക്കണം. അത് PSC ആണ് ബെസ്റ്റ്, കാരണം അവരാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അവിടെ തന്നെ. ഹലോ, ഞാൻ കുറച്ച് വൈകിട്ടാണ് പിന്നെ ക്ലാസ്സിൽ കയറിയത്. അപ്പോൾ ബ്രീഫായിട്ട് എൻ്റെ ഡൗട്ടുകൾ ചുരുക്കി ഒന്ന് പറയാം. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്ലാസ്സിലെ ചില ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയത് പ്രിലിംസ് എക്സാം ഓപ്ഷൻസ് ആയിരിക്കും. PSC പോലെ 4 ഓപ്ഷൻസ് ഉണ്ടാകും. മെയിൻസ് കംപ്ലീറ്റ് എഴുതുന്ന എക്സാമാണ് മനസ്സിലാക്കിയത്. മറ്റൊന്ന്, മൈനസ് മാർക്ക് എങ്ങനെയാണ് എന്നും, അതുപോലെ മലയാളത്തിൽ പ്രിലിംസും മെയിൻസും എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എക്സാം ഡേറ്റുകൾ അതുപോലെ കഴിഞ്ഞ തവണ 2020 ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പേര് എഴുതി, എത്ര പേർക്ക് ജോലി കിട്ടി, സാലറി, പിന്നെ KPSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 എക്സാം ആണോ ഇത്, ഇത്തരത്തിൽ ബ്രീഫായിട്ട് സാറന്മാരൊന്ന് പറഞ്ഞാൽ എനിക്കും ഉപകാരമാണ്, വേറെ പലർക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും വൈകി വന്ന. ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ. ഈ ചോദ്യം മുനീർ സർക്കാരെ പറയാൻ തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സംശയത്തിന് ഏറ്റവും നല്ലത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് യൂട്യൂബിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സമയം ഇവിടെ ലാഭിക്കാൻ പറ്റും. ഓക്കെ, മതിയാകുമോ? അത് മതി സാർ, അത് മതി. സർ, ഗൂഗിൾ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വായിക്കട്ടെ? ഓക്കെ. Okay, how hard is it for science students when compared to a humanities student case? അത് അങ്ങനെ ഒരു സ്ട്രീം വൈസ് ഒരു വ്യത്യാസം വരുന്നില്ല.
സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആണെങ്കിലും ഇപ്പൊ എന്റെ കൂടെ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അവർ 10th പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളാണ്. പലരും ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ മറന്നുപോയി. അപ്പൊ സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾ ഒന്നുകൂടി എല്ലാം റിഫ്രഷ് ചെയ്തെടുക്കണം. ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരിക. ഒപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചെടുക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നോ സയൻസ് പഠിച്ചുകൊണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്നൊന്നുമില്ല. നമ്മളൊന്നും കൂടി ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ കൂടെ സിലബസ് അനുസരിച്ചിട്ട് ആ കീവേഡ് അനുസരിച്ചിട്ട് ടോപ്പിക് ഫോളോ ചെയ്ത് നമ്മുടേതായ ഈ കോർ മെറ്റീരിയൽസ് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ക്ലിയർ ചെയ്യാവുന്ന എക്സാം ആണ്. ഈ സിലബസ് അനുസരിച്ച് സ്റ്റിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ ഒരു ഡൗട്ട്, ഞാനിപ്പോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിരുന്നു, 9:10 ആയി. ബാക്കിയെല്ലാം കേട്ടു, എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി, ഉപകാരപ്പെട്ടു. എൻ്റെ ഒരു ഡൗട്ട് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് അറിയില്ല. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കണ്ണൂർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എൻ്റെ പ്രസന്റ് അഡ്രസ്സും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കുമോ? അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ ഓൾ ഓവർ കേരള എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ളത്, അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിനെയോ പിന്നീടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? കറന്റ് ഇപ്പൊ എനിക്ക് കണ്ണൂർ മാത്രം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ തലശ്ശേരി ആണ് സെന്റർ വെച്ചതും പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ബാക്കി ഡിസ്ട്രിക്ട്സ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇങ്ങനെ ഇത് തന്നെ വെച്ച് കഴിഞ്ഞാലും പിന്നീടുള്ള നിയമനങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഈ ഡിസ്ട്രിക്ട് ബേസ് എന്തെങ്കിലും ഉണ്ടാവും എന്നറിയാൻ. ഇല്ല, KS എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരാള് ഓൾ കേരള ആണ് പോസ്റ്റിംഗ് വരുന്നത്. അവിടെ ഡിസ്ട്രിക്ട് ബാധകമല്ല. അത് ആ ഡിസ്ട്രിക്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ജില്ല മാത്രം കാണിക്കുന്നത്? അപ്ലിക്കേഷന്റെ എന്തെങ്കിലും ഇതാണോ എന്നുള്ളത് നിങ്ങൾ PSC ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്ലിക്കേഷൻ സംബന്ധമായ എല്ലാ സംശയങ്ങളും ഒതന്റിക് സോഴ്സ് PSC ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തവണത്തെ അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതെല്ലാം PSC ആയിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു തരത്തിലും KS എക്സാം ക്ലിയർ ചെയ്ത് KS കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ആവും. അവിടെ ജില്ല പ്രസക്തമല്ല. ഓക്കെ, താങ്ക് യു സർ. മെയിൻസിന് PSC ആൻസർ കീ ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു വാസ്റ്റ് ഏരിയയിലാവുമ്പോൾ ആ ആൻസർ കീയിലേക്ക് നമ്മൾ അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് വരുന്നതാണ്. ഏതൊരു ആൻസർ കീക്കായാലും ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് പോയിന്റ്സ് ആയിരിക്കും. ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കൊരു ഐഡിയ കൊടുക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് കൊടുക്കുക, മാർക്ക് കൊടുക്കാന്നായിരിക്കും ആൻസർ കീയിൽ ഉണ്ടാവുക. അതാർക്കും അറിയില്ല, ആരും കണ്ടിട്ടൊന്നുമില്ല എങ്ങനെയാണ് ആ ഇവാലുവേറ്ററിന്റെ കൊടുക്കുന്ന ആൻസർ കീ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആ ക്വസ്റ്റ്യൻ ഉണ്ടാവല്ലോ. ഇപ്പൊ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോ കേരളത്തിന്റെ ടൂറിസം സെക്ടറിന്റെ ലോബ് സൈഡഡ് ഗ്രോത്തിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മെയിൻസിൽ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കേരളത്തിന്റെ സർവീസ് സെക്ടറിൽ ലോബ് സൈഡഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമുക്കറിയാം, ടൂറിസം സെക്ടറിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ അതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്ന് നമുക്കത് ക്ലിയർ ആണ്. പിന്നെ ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ടൂറിസം സെക്ടർ കേരളത്തിന്റെ വലുതാണ്, അത് അടിപൊളിയാണ്, അപ്പോ ഇത്രത്തോളം GDP-യിലേക്ക് കോൺട്രിബ്യൂഷൻ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചൊരു ലോബ് സൈഡഡ് ഗ്രോത്ത് ആണ്, ടൂറിസം സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആണ് സർവീസ് സെക്ടർ കേരളത്തില്. അപ്പോ അതുകൊണ്ട് മറ്റ് സെക്ടറുകൾ ഗ്രോത്ത് കുറവുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറവ് മറ്റ് സെക്ടറുകൾ സംഭവിക്കുന്നുണ്ട്. ടൂറിസത്തിന്റെ നമുക്ക് അതുകൊണ്ട് കുറച്ച് ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അതിന്റെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ആ കീവേഡുകൾ ശ്രദ്ധിക്കണം. ചിലത് ഡയറക്റ്റ്ലി എക്സാമിൻ ഇന്നൊരു പ്രതിഭാസം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റിംഗ് ഓഫ് ഫയർ, എന്താണ് റിംഗ് ഓഫ് ഫയർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് റിംഗ് ഓഫ് ഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ, അത് ഈ ഒരു ലൊക്കേഷനിലാണ് ഈ റിംഗ് ഓഫ് ഫയർ, പസഫിക് ഓഷ്യന്റെ ബോർഡർ ലാൻഡ് ഏരിയ വരുന്ന ഏരിയ ആണ് റിംഗ് ഓഫ് ഫയർ. അവിടെ ഒരുപാട് വോൾക്കാനോസും എർത്ത് ക്വേക്സും സംഭവിക്കുന്നുണ്ട്. അത് ഇന്ന റീസൺ കൊണ്ടാണ്, അത് എന്തുകൊണ്ടാണ്,
ജോഗ്രഫിക്കലിലെ എന്ത് ഫിനോമിനൻ കാരണമാണ് റിംഗ് ഓഫ് ഫയർ ഉണ്ടാവുന്നത്, അത് ഈ റീജിയനിലാണ് ഉണ്ടാവുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ അഡ്രസ് ചെയ്യാതെ ആ ചോദ്യത്തിലൊന്നും വിട്ടു കളഞ്ഞിട്ടില്ല. അവ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് ആ കീവേഡ്, ആ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് കീവേഡ് ഉണ്ടാവും. എക്സാമിനാണോ, ക്രിട്ടിക്കലി അനലൈസ് ആണോ, അതോ ജനറലി ബ്രീഫ്ലി ഡിസ്ക്രൈബ്ഡ് ആണോ, ആ കീവേഡ് എന്താണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനാണോ നമ്മൾ ഉത്തരം എഴുതുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. നമ്മളിപ്പോ വെറുതെ ചോദിക്കുക, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തെ കുറിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അത്രേ ഉള്ളൂ. ഞാനിവിടെ ഒരു കാര്യം ആഡ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഓൺ സ്ക്രീൻ വാലിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു, മനസ്സിലാക്കുന്നു. ഒരു ഓൺ സ്ക്രീൻ മാർക്കിംഗ്. അപ്പൊ അതിലൊരു ടിപ്പിക്കൽ കീവേഡ്സ് ഈ പറഞ്ഞ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ കൊടുത്തിരുന്നു. നമ്മുടെ ചില രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിലാണ് കൊണ്ടുവന്നാണ് പറഞ്ഞത്, അത് ഉണ്ടായിരുന്നു. അപ്പോ ഒരു എല്ലാ ചോദ്യത്തിനും നേരത്തെ അജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ചില ആൻസേഴ്സ് എന്തായാലും അത് ബാധകമാണ്. അത് സബ്ജക്ട് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വാല്യൂഡേഴ്സ് അല്ല എന്തൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതിനൊരു കൃത്യം ഒരു ആൻസർ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ അത് കൃത്യമായിട്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഐഡിയ തെറ്റാത്ത രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാതെ മെയിൻസിലുള്ള സ്ട്രാറ്റജി നല്ലത്. ഇപ്പൊ നേരത്തെ പ്രിലിംസിൽ പറഞ്ഞ പോലെ തന്നെ അത് പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാ പറയാ. പൊതുവേ ഒരു ട്രാപ്പ് ചെയ്യാൻ ഞാൻ ഫീൽ ചെയ്ത ട്രാപ്പാണ്. നമുക്ക് നല്ല അറിയുന്ന ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ കുറെ എഴുതി സമയം പോയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മറ്റു ചോദ്യം എഴുതാൻ പറ്റാത്ത ഒരു കാര്യം വരും. എല്ലാ ചോദ്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ടിപ്പിക്കൽ എന്താണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രം എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസിന്റെ അവസാനത്തെ ചില ഡയറക്റ്റീവ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, അതേപോലെ ഡിസ്ക്രൈബ്, കമന്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് ഡയറക്റ്റീവ്സ് അടിസ്ഥാനമാക്കിയിട്ട് കൃത്യം ആൻസേഴ്സ് അവിടെ കൊടുക്കാൻ പറ്റണം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അതല്ലെങ്കിൽ സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ചോദ്യം കൂടി ചാറ്റിൽ കാണുന്നുണ്ടല്ലോ. അതായത് അതൊരു ടെക്നിക്കൽ ചോദ്യം. 9 വർഷം റവന്യൂ ജോലി നോക്കുന്നു, ഇപ്പൊ 4 മാസമായി ടീച്ചറായി ജോലി നോക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഐഡിയലി ഈ പുതിയ ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടീച്ചർ ജോലി എന്ന പുതിയ ജോലിയല്ലേ? പുതിയ ജോലി ആവുമ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണ്ടേ? ഡിക്ലെയർ പ്രൊബേഷൻ അല്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് സ്ട്രീം 2-ൽ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തില്. അതിന്റെ ഫൈനൽ അതോറിറ്റി എപ്പോഴും PSC തന്നെ ആയിരിക്കും. PSC തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പുതിയൊരു ജോലിയാണ്. പുതിയ ജോലിയാകുമ്പോൾ പ്രൊബേഷൻ സ്വാഭാവികമായി ഡിക്ലെയർ ചെയ്യേണ്ടി വരും തോന്നുന്നു ഇതില് സ്ട്രീം 2-ൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. SC, BC and മൈനോറിറ്റീസ് റിസർവേഷൻ ഉണ്ടോ ചോദിച്ചു. അല്ല, അത് PSCക്കുള്ള എല്ലാ എക്സാംസിനും ബാധകമായിട്ട് റിസർവേഷൻ ഇതിനും ബാധകമാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. PSC എങ്ങനെയാണോ ബാക്കിയുള്ള പരീക്ഷകൾ എങ്ങനെയാണോ അതേപോലെ റിസർവേഷൻ ഇതിനും ബാധകമാണ്. ഇത് PSC നടത്തുന്ന എക്സാം അല്ലേ, ഒരേപോലെ തന്നെ. ബേസിക് ബുക്സ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് ഉണ്ട്. നേരത്തെ ഫാക്കൽറ്റി പറഞ്ഞിരുന്നല്ലോ, ശങ്കർ ഗണേഷ് ഇന്ത്യൻ എക്കണോമി. പിന്നെ ജോഗ്രഫിക്ക് ആണെങ്കിൽ ശങ്കേഴ്സ് ഉണ്ട്, സോറി ശങ്കർ IASന്റെ ഒരു ബുക്ക് ഉണ്ട് ജോഗ്രഫി, അത് ഫോളോ ചെയ്യാം. ഹിസ്റ്ററിക്ക് ശ്രീധരമേനോന്റെ ബുക്ക് പറയുന്നുണ്ട്, ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗപ്പെടുത്താം. പിന്നെ നിങ്ങൾ ബേസിക്കലി ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പൈലേഷൻസ് എന്ന് പറയും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയർ കമ്പൈലേഷൻസ് ആയിട്ട് സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലരും ഇറക്കാറുണ്ട്. അതല്ലെങ്കിൽ KS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പലരും ഇറക്കാറുണ്ട്. മന്ത്ലി, അതായത് ആ വർഷം അല്ലെങ്കിൽ ആ മാസം നടന്ന
ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എല്ലാ പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് ആയാലും പിന്നെ എക്കണോമിക്സ് ആയാലും സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആയാലും അതിലുണ്ടായിരിക്കുന്ന കറണ്ട് ഇവന്റ്സിനെ കുറിച്ച് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പബ്ലിക്കേഷൻസ് ആണ് ഈ കമ്പൈലേഷൻ, മന്ത്ലി കമ്പൈലേഷൻസ് അല്ലെങ്കിൽ ഇയർലി കമ്പൈലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യാം. പിന്നെ ബേസിക്കലി ഇനിയിപ്പോ ഇൻ കേസ് KS-ന്റെ ബുക്കുകൾ ഉണ്ടല്ലോ, അപ്പൊ അത് നല്ലൊരു സോഴ്സ് തന്നെയാണ്. കാരണം എല്ലാം ഇപ്പൊ നോർമൽ ഇപ്പൊ ഏതൊരു പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ഇപ്പൊ റാങ്ക് ഫയൽ എന്ന് പറയുന്ന രീതിയിൽ ഇറക്കുന്ന സംഭവങ്ങൾ നല്ലത് തന്നെയാണ്. അത് വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അത് വാങ്ങിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്സിനെ കുറിച്ച് ഇൻഡെപ്തിലായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ അതിലുണ്ടാവും. ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം കിട്ടും അതിൽ നിന്ന്. സർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യെസ്, ലെറ്റ്സ് വൈൻഡ് അപ്പ്. സർ ഇത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ അതെ. ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല നമ്മള്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുനീർ സർ, പിജിത് സർ ആൻഡ് അജിത് സർ. നമുക്കിന്ന് 2 KS ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരു നമ്മുടെ CGയുടെ കോമ്പിറ്റൻസി ഇതിന്റെ പിന്നെ ഫാക്കൽറ്റിയും ഉണ്ടായിരുന്നു മുനീർ സർ. ഈ 3 ഫാക്കൽറ്റീസിനെ വെച്ച് നമുക്ക് ഈ സൺഡേ കരിയർ ഓൺലൈൻ പ്രോഗ്രാം സക്സസ്ഫുള്ളി ഇന്നത്തെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഇതേപോലെ അടുത്ത സൺഡേസിലും നമ്മൾ സിജി മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.